നിങ്ങൾ കുസൃതി കാണിക്കാറുണ്ടോ? ഉണ്ടേ? എന്തൊക്കെയാണ് പറഞ്ഞത്? ക്ലാസ്സിൽ ഇരുന്ന് കാണിക്കുന്ന കുസൃതി എന്തൊക്കെയാണ് പറഞ്ഞോ? ശരിയായിട്ട് പറഞ്ഞു. വർത്താനം പറയും. അത് ചെറിയ കുസൃതിയല്ലേ? കുറച്ചുകൂടി വലിയ കുസൃതിയാണ്. വെജിബ കൊട്ടും. പിന്നെ പറയും ബോറടിച്ചിട്ട് എന്നിട്ട് അത് നിക്കൊണ്ട് അപ്പൊ അത് എന്നിട്ട് ശ്രദ്ധിക്കാനുണ്ട്. എന്താ പേര്? താരക്. താരക് 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 പറഞ്ഞ കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും. ബോറടിക്കുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാൻ പോകും. കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുക ക്ലാസ്സിലാണല്ലോ എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു വരും. അങ്ങനെ സംഭവിക്കാറുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കാറുണ്ടോ? അങ്ങനെ സംഭവിക്കാറുണ്ടോ? ക്ലാസ് കേൾക്കുന്ന സമയത്ത് ബോറടിക്കണു. ബോറടിച്ചിട്ട് നമ്മൾ വേറെ എവിടെയോ പോവും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വരും. ക്ലാസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് സംഭവിക്കാറുണ്ടോ? താരക്ക് പറഞ്ഞാണ്. ശരിയാണോ? നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവിക്കാറുണ്ട് അല്ലേ? നമ്മൾ വായിക്കുമ്പോഴേ സംഭവിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ വായിക്കാനായിട്ട് ഒരു പുസ്തകം എടുത്ത് വായിക്കാൻ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് വിട്ടുപോകും. വേറെ എന്തെങ്കിലും ചിന്തിക്കും. അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഇല്ല. കുഴപ്പമില്ല. നിങ്ങൾക്കോ? വിട്ടുപോകുന്നില്ല. അപ്പോൾ നിങ്ങൾ നല്ല വായനക്കാരാണ് അല്ലേ? വായിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എവിടെ പോകില്ല, അതിനെ തന്നെ വായിച്ചോട്ടേക്കും. ശരിയല്ലേ? ഓക്കെ. വേറെ എന്താ കുസൃതി കാണിക്കാം? ക്ലാസ് കട്ട് ചെയ്ത് പോവോ? എങ്ങോട്ടാ പോവാ ക്ലാസ് കട്ട് ചെയ്തിട്ട്? ആണോ? അവസാനമായിട്ട് ക്ലാസ് കട്ട് ചെയ്ത് പോയി കണ്ട സിനിമ ഏതാ? അവസാനമായിട്ട് ക്ലാസ് കട്ട് ചെയ്ത് പോയി കണ്ട സിനിമ ഏതാ? അവസാനമായിട്ട് ക്ലാസ് കട്ട് ചെയ്തിട്ട് പോയ കണ്ട സിനിമയുടെ പേരെന്താണ്? കട്ട് ചെയ്തിട്ടില്ലേ? അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ളൊരു കുസൃതിയാണല്ലേ? ചെയ്താൽ കൊള്ളാന്നുള്ളൊരു കുസൃതിയാണ്. ആണോ? വേറെന്താ കുസൃതിയല്ലേ? ഇടികൂടും. പിന്നെ പഠിക്കാണ്ട് വരും, തല്ലു വാങ്ങിക്കും. പിന്നെ വേറെന്താ ഉള്ളത്? അപ്പൊ ചെയ്യാനുള്ള എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ചെയ്യാനുള്ള കുസൃതിയൊക്കെ ഇപ്പൊ തന്നെ ചെയ്ത് തീർത്തോളാം. വലുതായാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാവും. ഇപ്പോഴേ ഉള്ളൂ കുസൃതിയൊക്കെ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഉള്ള കുസൃതിയൊക്കെ ഇപ്പൊ തന്നെ ചെയ്തോളാം കേട്ടോ. എങ്ങനെ എങ്ങനെ അതാണ് ഒരു പ്രശ്നം. നമ്മൾ കുസൃതി ചെയ്യുമ്പോൾ പാവ കുസൃതി ചെയ്യുമ്പോൾ ടീച്ചർമാരെ അടിക്കരുതെന്ന് പറയണമെന്നാ പറഞ്ഞു. ടീച്ചർമാരെ അടിക്കാറുണ്ടോ? ഉണ്ട് ശരിക്കും? ഓക്കെ. അപ്പൊ അതൊരു വലിയ പ്രശ്നമാണല്ലോ. സ്കൂളിൽ വടി നിരോധിക്കണം എന്നുള്ളതാണ് ഒരാവശ്യം. ഏതാ എന്താ നിരോധിക്കുന്നത്? ചോക്ക് എടുത്തിട്ട് കൂട്ടുകാരന്മാരുടെ പാൻറിൽ വരയ്ക്കാം. അതാണ് മറ്റൊരു കുസൃതി. പേനെടുത്ത് മുഖത്തും കയ്യിലൊക്കെ വരയ്ക്കും. കേട്ടോ കുസൃതികൾ? ഈ ഭാഗത്ത് കുസൃതിയൊന്നും ഇല്ലേ? എല്ലാവരും ഭയങ്കര നല്ല കുട്ടികളാ. ഒരു കുസൃതി കാണിക്കൂല. കഷ്ടപ്പെട്ട അവസ്ഥ. കുസൃതികളെ കാണിക്കാനായിട്ട് പറ്റുന്ന പ്രായമാണ് ഇത്. ഇപ്പൊ വേണം കുസൃതികൾ ചെയ്യാൻ. വെജിമ കയറിയിരിക്കും. വെജിമ വരയ്ക്കാറുണ്ടോ? പടം വരയ്ക്കാറുണ്ടോ? ബെഞ്ചിന്റെ മുകളിലൊക്കെ നല്ല രസമുള്ള പടങ്ങളുണ്ടോ? രസമുള്ള പടങ്ങളൊക്കെ ഉണ്ടോ? പേരെഴുതി വയ്ക്കും. ഓക്കെ. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. നിങ്ങൾ കുറേ വിഷയങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ? എന്തൊക്കെ പഠിക്കുന്നുണ്ട് നിങ്ങൾ? മാത്സ്, സോഷ്യൽ സയൻസ്, മലയാളം, മ്യൂസിക്, PT, IT ലാബ്, ലൈബ്രറി. അപ്പം നിങ്ങൾ കുറേ വിഷയങ്ങൾ പഠിക്കുന്നുണ്ട്. ഞാൻ പക്ഷേ എൻ്റെ ജോലി പഠിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ആകെ ഒരു വിഷയം പഠിക്കുള്ളൂ. അത് കാടിനെ കുറിച്ചിട്ടാണ്. കാടിനെ കുറിച്ചിട്ട് പഠിക്കുന്ന ആളാണ് ഞാൻ. ശാസ്ത്രജ്ഞനാണ്. കാടിനെ കുറിച്ചാണ് പഠിക്കണം. അപ്പോൾ ആദ്യത്തെ ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതിനുശേഷം നിങ്ങളുടെ ചോദ്യം കേൾക്കാൻ പോവുകയാണ്. നമ്മൾ എന്തിനാണ് ഈ കാടിനെ പഠിക്കുന്നതെന്ന് മാത്രമേ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ.
എന്തിനാവും ആളുകൾ കാടിനെ കുറിച്ച് പഠിക്കുന്നത്? ആ അതെ, എന്തിനെ കുറിച്ച്? മൃഗങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ്. കാട്ടിലെ മണ്ണ്, ആ മണ്ണ്, കാലാവസ്ഥ അറിയണം, മണ്ണിന്. ആ കാട്ടിലുള്ള ജീവജാലങ്ങൾ, പുതിയ ജീവികളെ നമുക്ക് എങ്ങനെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് താരക് പറയുന്നത്. വേറെ എന്തെങ്കിലും വേറെ ഉണ്ടോ കാടിനെ കുറിച്ച് പഠിച്ചിട്ട്? എന്താണ് ഉപയോഗം? നമുക്ക് കാട്ടിൽ ധാരാളം ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് അന്വേഷിക്കാനാണ് പഠിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്ന് അറിയാനാണ് ഈ കാടിനെ പഠിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്, അല്ലേ? ആണോ? അതല്ലാതെ കാടിനെ കുറിച്ച് അറിയേണ്ട ആവശ്യമില്ലേ? ഞാൻ ചെറിയൊരു സംശയം ചോദിക്കാം നിങ്ങളുടെ അടുത്ത്. പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമാണ്? പൂക്കൾ ഈ ചെമ്പരത്തിപ്പൂ കണ്ടിട്ടുണ്ടോ? വലിയ പൂവല്ലേ? നല്ല കളറുള്ള പൂവല്ലേ? ഈ ചെമ്പരത്തി ചെടിയിൽ പൂവുണ്ടാവുമ്പോൾ നിറയെ പൂവുണ്ടാവില്ലേ? ചെമ്പരത്തിപ്പൂ കാണാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എല്ലാവരും കണ്ടിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഈ ചെമ്പരത്തി ചെടിയിൽ കായ കണ്ടിട്ടുണ്ടോ? ആ ഇല്ല. അപ്പൊ കണ്ടിട്ടുള്ളവരുണ്ട്, കാണാത്തവരുണ്ട്. ചെമ്പരത്തി ചെടിയിൽ കായ കണ്ടിട്ടുണ്ടോ? എന്ത് വലിപ്പം ഉണ്ടാവും കായ? അത്ര ചെറുതോ? ഇത്രേ? എന്തായാലും നിറം? യെല്ലോ, പച്ച, മഞ്ഞ. നിങ്ങളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കേ. നിങ്ങൾ കണ്ടിട്ടുള്ള ചെമ്പരത്തി ചെടി ഒന്ന് ആലോചിച്ച് നോക്കുക. അതിനകത്ത് കായ കണ്ടിട്ടുണ്ടോ എന്ന് ആലോചിച്ചു. ചെമ്പരത്തി ചെടിയിലെ കായ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ആ പുറകിൽ നിൽക്കുന്നവർ ഒന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ അവസാനം കണ്ട ചെമ്പരത്തി ചെടി ഒന്ന് ആലോചിച്ച് നോക്കും. അതൊക്കെ കായ ഉണ്ടായിരുന്നോ? അതിൻ്റെ ഉള്ളിൽ പൊട്ടാണ്, കായല്ല. ചുമപ്പ് കായയുടെ കളറോ? അല്ല, കളറോട് നിൽക്കട്ടെ. ആദ്യം പറയും കായ കണ്ടിട്ടുണ്ടോ? ഉറപ്പാണ്. എന്ത് തല? ആ ഞാൻ ചോദിച്ചത് കായ കണ്ടിട്ടുണ്ടോന്നാണ്. ഇപ്പം മാങ്ങയൊക്കെ കാണുന്ന പോലെ മാവിൽ മാങ്ങ കാണില്ലേ? അതേപോലെ ചെമ്പരത്തി ചെടിയിൽ കായകൾ കണ്ടിട്ടുണ്ടോ? ആ അത് കണ്ടിട്ടുണ്ട്. കായുണ്ടോ? ചെമ്പരത്തി ചെടിയിൽ കായില്ല അല്ലേ? ശരിയല്ലേ? കായ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ സ്വാഭാവിക ചോദ്യം, അപ്പൊ ഈ ചെമ്പരത്തി ചെടി എന്തിനാണ് കായ ഉണ്ടാവാൻ, അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇത്രയും പൂക്കൾ ഉണ്ടാക്കുന്നത്? ആ അമ്പലത്തിൽ പൂജയ്ക്ക് എടുക്കാൻ വേണ്ടി. ആ ഇത് ഭംഗിക്ക് വേണ്ടിയാണ്, അലങ്കാരത്തിന് വേണ്ടിയിട്ട്, മാല കെട്ടാൻ വേണ്ടിയാണ്. വേറെ എന്തെങ്കിലും? ആ എന്തിനാ? ഭംഗിക്ക് വേണ്ടിയാണോ? അത്തക്കല ഇടാൻ വേണ്ടിയാണ്, ഓണത്തിന് പൂക്കൾ ഇടാൻ വേണ്ടിയാണ്. അപ്പൊ ചെമ്പരത്തി ചെടിക്ക് അറിയോ ഇങ്ങനെ ഓണം എന്ന് പറഞ്ഞൊരു ഉത്സവമുള്ള കാര്യവും ആളുകൾക്ക് പൂ വേണമെന്നൊക്കെയുള്ള കാര്യം ചെമ്പരത്തി ചെടിക്ക് അറിയോ? പിന്നെ എന്തിനകത്ത് അങ്ങനെ ഉണ്ടാക്കുന്നത്? സാധാരണ പ്രകൃതിയിൽ ഒരു കാര്യവും ആരും വെറുതെ ചെയ്യാറില്ല. പക്ഷെ ഇവിടെ നോക്കൂ, വലിയ പൂവുണ്ടാവുന്നുണ്ട്. അതിന് കളർ കൊടുക്കാനായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കായ ഉണ്ടാവുന്നേ ഇല്ല. കായ ഉണ്ടാവാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ചെടി ഇത്രയും പൂക്കൾ ഉണ്ടാക്കുന്നത്? എന്തിനാവും? ഭംഗി. ആ കൊടുകൈ താരക്കൊരു കൈയടി കൊടുക്ക്. താരെ പറഞ്ഞു കേട്ടോ, ഈ ചെമ്പരത്തി ചെടി ഇത്രയും പൂക്കൾ ഉണ്ടാക്കുന്നത്, നല്ല രസമുള്ള, കാണാൻ രസമുള്ള പൂക്കൾ ഉണ്ടാക്കുന്നത് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളത് കണ്ടിട്ട് നമ്മൾ അതിന്റെ തണ്ട് വെട്ടിയിട്ട് പുതിയ സ്ഥലത്ത് കൊണ്ടുപോകും. മനുഷ്യനാണ് ചെമ്പരത്തി ചെടിയെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ പൂക്കളില്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോവോ? ഇല്ലേ? കൊണ്ടുപോയില്ലല്ലോ.
അപ്പം നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെടി ഈ പൂക്കൾ ഉണ്ടാക്കുന്നത്. ഇത് ചെമ്പരത്തി ചെടി മാത്രമല്ല, കോളമ്പി പൂ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കോളമ്പി ചെടി പൂക്കൾ കണ്ടിട്ടുണ്ടോ? എന്താ നിറം? എന്താ നിറം? മഞ്ഞയാണ്. അതിൽ കായ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ നാട്ടിലുള്ള പല ചെടികളും നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പൂക്കൾ ഉണ്ടാക്കുന്നത്. പക്ഷേ നിങ്ങൾ കാട്ടിൽ പോയാൽ, കാട്ടിലൊരു ചെടിയിൽ പൂവുണ്ടായാൽ ഉറപ്പായിട്ട് കായ ഉണ്ടാവും. അവിടെ മനുഷ്യനെ കാണിക്കാനേ അല്ല ചെടികൾ പൂവുണ്ടാവുന്നത്, അവരുടെ പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ടാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ പ്രകൃതി എങ്ങനെയാണ് സ്വാഭാവികമായിട്ട് പ്രവർത്തിക്കുന്നത് അറിയണമെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ആകെ 2 സ്ഥലത്ത് പോയി പഠിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ഒന്ന് കാടാണ്, രണ്ടാമത്തേത് കടലാണ്. ബാക്കിയുള്ള മുഴുവൻ സ്ഥലത്തുള്ള ജീവജാലങ്ങൾ, അത് ചെടികളായാലും ശരി മറ്റു ജീവികളായാലും ശരി, എല്ലാം നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പോലെയാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രകൃതി സ്വാഭാവികമായിട്ട് പ്രവർത്തിക്കണമെന്ന് അറിയണമെങ്കിൽ എവിടെ പോയിട്ട് പഠിക്കാൻ? കാട്ടിൽ, പിന്നെ കടലിൽ. ഈ 2 സ്ഥലത്ത് മാത്രമേ പ്രകൃതി സ്വാഭാവികമായിട്ട് പ്രവർത്തിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ കാടിനെക്കുറിച്ച് പഠിക്കുന്നത്. കാടിനെക്കുറിച്ചുള്ള പഠിക്കാനുള്ള ശാസ്ത്രജ്ഞർ ഉണ്ടായത് അതുകൊണ്ടാണ്. അപ്പം ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങളുടെ ചോദ്യം കേൾക്കട്ടെ, അതിന് ഉത്തരം പറയാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പം ആരാ തുടങ്ങാം? എവിടുന്നാ തുടങ്ങാം? പറയും. അതാണ് ആദ്യത്തെ ചോദ്യം. എന്താണ് പേര്? സാഗേത് ചോദിച്ച ചോദ്യം കേട്ടോ എല്ലാവരും? സാഗേത് ചോദിച്ചു ഇതാണ്, ഭൂമിയിൽ എങ്ങനെയാണ് ജീവൻ ഉണ്ടായത് എന്നാണ് ചോദിച്ചത്. അതിന് മുന്നേ ഭൂമി എങ്ങനെ ഉണ്ടായെന്ന് അറിയണ്ടേ? എങ്ങനെ? സൂര്യൻ പൊട്ടിത്തെറിച്ചിട്ടാണ്. വേറെ ആരെങ്കിലും അറിയോ? ചെറിയ ചെറിയ കല്ലുകൾ കൂടി ചേർത്തിട്ടാണ് ഭൂമി ഉണ്ടായി. ഓക്കെ. ഭൂമി ഉണ്ടായത് ബിഗ് ബാങ് എന്ന് പറഞ്ഞ വലിയൊരു പൊട്ടിത്തെറിയിൽ നിന്നാണ്. ആ പൊട്ടിത്തെറിയിൽ നിന്ന് തെറിച്ച് പോയിട്ട്, നമ്മൾ പടക്കം പൊട്ടിക്കുമ്പോൾ എല്ലാ സാധനങ്ങളും തെറിച്ച് പോയില്ലേ, അതേപോലെ തെറിച്ച് പോകുന്ന പോക്ക് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും നമ്മുടെ പ്രപഞ്ചം ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഒരു സ്ഥലത്ത് ആ സമയത്ത് മുഴുവൻ വാതകമായിരുന്നു. ആ വാതകം കറങ്ങിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഖരാവസ്ഥയിലേക്ക് വന്നു. അത് വരുന്നതിന് മുന്നേ അത് വെള്ളമായിട്ട് മാറി. ധാരാളം ജലമുണ്ടായിരുന്നു. ജലത്തിലുള്ള ചില തന്മാത്രകൾ 1, 2 മുറിഞ്ഞ് 2 തുടങ്ങി. പതുക്കെ പ്രത്യുൽപാദനം ചെയ്യാൻ തുടങ്ങി. പല ജീവികളും ഒരുമിച്ച് ചേർന്നിട്ട് ഒറ്റ ജീവിയാവാൻ തുടങ്ങി. അങ്ങനെ സ്വയം പെരുകാൻ പറ്റുന്ന ചെറിയ തന്മാത്രകളുണ്ടായി. ആ തന്മാത്രകളാണ് പിന്നീട് പരിണമിച്ചിട്ട് ജീവനായിട്ട് വളർന്നു വന്നത്. ഇപ്പം ജീവൻ ഭൂമിയിലുള്ള എല്ലാ സ്ഥലത്തേക്കും വ്യാപിക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണ് ധാരാളം ജീവജാലങ്ങൾ ഉണ്ടായത്. ഓക്കെ. ഭൂമിന്റെ അടിയിലുണ്ട്. അപ്പോ ഒരു തിയറിന്റെ വേറൊരു പ്ലാനറ്റ് നമ്മുടെ സോളർ സിസ്റ്റം ഉണ്ടായിരുന്നില്ലേ, ഭൂമിനെ അടിച്ചപ്പോഴില്ലേ അതിന്റെ ഒരു വലിയൊരു പീസാണ് മൂണായിരുന്നു. അത് വല്ല ഇതുണ്ട്? സത്യമാണ്. അങ്ങനെയാണ് ചന്ദ്രൻ ഉണ്ടായത്. അങ്ങനെയാണ് ചോദ്യം കേട്ടോ. എങ്ങനെയാണ് ചന്ദ്രൻ ഉണ്ടായതെന്നാണ് ഇപ്പൊ പറഞ്ഞത്. അല്ല, അത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നന്നായിരുന്നു. പോർട്ടബിൾ. ചന്ദ്രൻ എങ്ങനെയാണ് ഉണ്ടായതെന്നാണ് പറഞ്ഞത്. എങ്ങനെ ചന്ദ്രൻ ഉണ്ടായെന്ന് അറിയോ? ഭൂമിയിലേക്ക് വലിയൊരു ഉൽക്ക വന്ന ഒറ്റ ഇടിയിടിക്കുകയും ഭൂമിയിൽ നിന്നൊരു ഭാഗം തെറിച്ചു പോവുകയും ചെയ്തിട്ടാണ് ചന്ദ്രൻ ഉണ്ടാവുന്നത്. അത് ശരിയാണ്. വേറെ അടുത്ത ചോദ്യം. ഒരു വേവും സത്യമാണോ? വെളിച്ചം എന്താന്നുള്ളതാണ് ചോദ്യം. വെളിച്ചം ഒരു വസ്തുവാണോ അതൊരു തരംഗമാണോ? വെളിച്ചം ഇങ്ങനെ പോകുന്ന, നമ്മൾ കടലിലെ തിരമാലകൾ കണ്ടിട്ടില്ലേ, അതേപോലെ വെളിച്ചം ഇങ്ങനെ തരംഗമായിട്ടാണ് പോവുക. അപ്പോൾ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് അല്ലേ പറയണ്ടേ? അപ്പോൾ ഇത് വലിയ സംശയമായിരുന്നു. വെളിച്ചം എന്താ ശരിക്കും? വെളിച്ചം ഒരു പദാർത്ഥമാണോ അതോ ഒരു തരംഗമാണോ? ഇപ്പം നമുക്കറിയുന്നത് വെളിച്ചം 2 ആയിട്ട് പ്രവർത്തിക്കും. തരംഗമായിട്ട് പ്രവർത്തിക്കും, അതേപോലെ ഒരു പദാർത്ഥമായിട്ടും പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾ ഈ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞത് ഒരു കാർഡ്ബോർഡിനകത്ത് 2 ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കുക.
വേർട്ടിക്കലായിട്ട്. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ലൈറ്റ് അടിച്ചാൽ ആ ലൈറ്റിന് അപ്പുറത്തേക്ക് കടന്നു പോകാൻ പറ്റുക ഈ ദ്വാരത്തിലൂടെ മാത്രമായിരിക്കും. പക്ഷെ അപ്പുറത്തെത്തി കഴിയുമ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേരും. ഇതാണ് പ്രശ്നം. അപ്പോൾ അതിന് തരംഗമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, പ്രകാശത്തിന് വളയാനും പറ്റും. അപ്പോൾ നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഫോൺ കണക്ഷനിനകത്തൊക്കെ ഒപ്റ്റിക്കൽ ഫൈബറിലൊക്കെ പ്രകാശത്തിന് വളയാൻ പറ്റുന്ന പ്രകാശത്തെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രകാശം രണ്ടായിട്ട് പ്രവർത്തിക്കും, തരംഗമായിട്ട് പ്രവർത്തിക്കും, പദാർത്ഥമായിട്ട് പ്രവർത്തിക്കും. ഏതായിട്ട് അത് രസമുള്ളൊരു ചോദ്യമാണ്. ആ ചോദ്യം സമയം എന്താണെന്നുള്ളതാണ്. സമയം അറിയാലോ നമുക്ക്. രാവിലെ സ്കൂളിലെത്തുന്ന സമയമില്ലേ? എപ്പോഴാണ് സമയം? സ്കൂളിലെത്തുന്ന സമയം 9 മണിക്ക്. 9 മണിക്ക് സ്കൂളിലെത്തണം. 9 മണിക്ക് നമ്മൾ സ്കൂളിലെത്തണം. നമുക്ക് അതനുസരിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടും അല്ലേ? നമുക്ക് സമയം നോക്കാൻ അറിയാം. അറിയില്ല, നമുക്ക് സമയം നോക്കാൻ അറിയാം. പക്ഷെ സമയത്തിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രങ്ങളില്ലേ, നമ്മൾ നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രങ്ങൾ കുറേ വർഷം മുന്നേയുള്ള നക്ഷത്രമാണ്, ഇപ്പോൾ ഉള്ള നക്ഷത്രമല്ല. എന്താ കാരണം? അതിന് കാരണം എന്താ വെച്ചാൽ അവിടുന്ന് പ്രകാശം പുറപ്പെട്ടിട്ട് ഇങ്ങോട്ട് എത്താനായിട്ട് കുറേ സമയം എടുക്കും. അപ്പോൾ പഴയ നക്ഷത്രത്തെ നമ്മൾ കാണുന്ന. അപ്പോൾ അവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിലോ ഇപ്പോൾ ഉള്ള നമ്മളെയാണോ കാണുക? പിന്നെ ആരെയും കാണുക? പഴയ നമ്മളെ കാണുക അല്ലേ? ശരിയല്ലേ? കുറേ മുന്നേയുള്ള ഭൂമി അവർ കാണാം, ഇപ്പോഴുള്ള ഭൂമിയല്ല, കുറേ മുന്നേയുള്ള കാര്യം കാണാം. അപ്പോൾ അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ നമുക്ക് 3 ഡയമെൻഷനെ കുറിച്ചിട്ട് അറിയാം. അതിന് സാധാരണ പറയും XYZ എന്നാണ്, അല്ലെങ്കിൽ നീളം, വീതി, പൊക്കം. ഇപ്പം ഈ റൂം എടുത്തു കഴിഞ്ഞാൽ ഈ റൂമിൻ്റെ ഒരു നീളമുണ്ട് അല്ലേ? അല്ലേ? നീളം നമ്മൾ അവിടെ മുതൽ അവിടെ വരെ അളന്നാൽ നീളം കിട്ടില്ലേ? ഇനി അവിടെ മുതൽ ഇവിടെ വരെ അളന്നാൽ അതിൻ്റെ വീതി കിട്ടില്ലേ? ഇനി താഴെ നിന്ന് മുകളിൽ വരെ അളന്നാൽ അതിൻ്റെ പൊക്കം കിട്ടില്ലേ? ഇതാണ് 3 ഡയമെൻഷൻസ്. നേരത്തെ പറഞ്ഞ 3 ഡയമെൻഷൻ ഇതാണ്. ഇനി അതിനോടൊപ്പം ഒരു ഡയമെൻഷൻ കൂടി ഉണ്ട്, അത് സമയമാണ് എന്നുള്ളതാണ് ആ തിയറി പറയുന്നത്. ഓക്കെ, നമ്മൾ അവസാനം നോക്കുന്നുള്ളൂ. ഇനി അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഈ വലിയ വിമാനത്തിന് ലാൻഡ് ചെയ്യുമ്പോൾ ചെറിയ ചക്രത്തിന് അങ്ങനെ താങ്ങാൻ പറ്റും? ചോദ്യം കേട്ടോ എല്ലാവരും? വലിയ വിമാനമാണ്, പക്ഷെ അത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചക്രത്തിലാണ് അത് ലാൻഡ് ചെയ്യുന്നത്. സത്യത്തിൽ നമ്മുടെ റോട്ടിലൂടെ ഓടുന്ന ലോറീൻ്റെ ചക്രമൊക്കെ വലിയ ചക്രമാണ് അല്ലേ? അതിനേക്കാൾ ചെറിയ ചക്രമാണ് ലോറിയേക്കാളും ഒത്തിരി വലുപ്പമുള്ള വിമാനത്തിനുള്ളത്. ഇപ്പം എന്താ ഇയാളുടെ പേര്? ദ്രോണ ചോദിച്ച ചോദ്യം അതാണ്. നമ്മുടെ ലോറിക്കൊക്കെ, ചെറിയ ലോറിക്കൊക്കെ വലിയ ചക്രം, വലിയ വിമാനത്തിന് ചെറിയ ചക്രം. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ആർക്കെല്ലാം അറിയും ഉത്തരം? ആലോചിച്ച് നോക്ക്. ആ ടയറിന് നല്ല കട്ടിയാണ്. നമ്മൾ ലോറിക്ക് ഉപയോഗിക്കുന്ന ടയറേ അല്ല, അതിനുപയോഗിക്കുന്ന ടയർ. വലിയ ടയറിനേക്കാളും. എന്താ പേര്? അൻസിൽ പറഞ്ഞു കേട്ടോ മറുപടി. ചെറിയ ടയറിന് വലിയ ടയറിനേക്കാൾ ബാലൻസ് ചെയ്യാനുള്ള കഴിവ് കൂടുതലുണ്ടെന്നാണ് പറഞ്ഞത്. ശരിയാണോ? സംഭവം എന്താ വെച്ചാൽ വിമാനം വേറൊരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു വാഹനമാണ്. അത് പറക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു വാഹനമാണ്. നിങ്ങൾ പക്ഷികളെ കണ്ടിട്ടുണ്ടാവും അല്ലേ? വലിയ പക്ഷികളെ കണ്ടിട്ടുണ്ടാവും. ഏതാ ഏറ്റവും വലിയ പക്ഷി നിങ്ങൾ കണ്ട്? ഒട്ടകപ്പക്ഷിയെ കണ്ടിട്ടുണ്ട്. പിന്നെ വൾച്ചർ. വൾച്ചർ നല്ല വലിപ്പമുള്ള വൾച്ചറാണ്, പക്ഷെ അതിൻ്റെ കാല് വളരെ ചെറുതാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലേ? ചെറിയ കാലാണ്, വലിയ കാലല്ല. സ്ട്രോങ് ആയിരിക്കും, പക്ഷെ ചെറുതായിരിക്കും അല്ലേ? വലിയ കാലല്ല. അതുപോലെ പ്ലെയിനിനെ സംബന്ധിച്ച് പ്ലെയിനിൻ്റെ ഫ്രണ്ടിൽ ഒരു ചക്രം ഉണ്ടാവും, ബാക്കിൽ 2 ചക്രം ഉണ്ടാവും. ഇത് വെച്ചിട്ട് കൂളായിട്ട് അതിന് നിൽക്കാൻ പറ്റും. വളരെ സോളിഡ് ആയിട്ടുള്ള ചക്രമാണ്. നമ്മൾ ലോറിയിൽ ഉപയോഗിക്കുന്ന പോലെ എയർ നിറച്ചിട്ടുള്ള ചക്രമല്ല, ഫുൾ റബ്ബറായിട്ടുള്ള ചക്രമാണ്. അതിന് മുകളിലാണ് നിൽക്കാൻ പറ്റും. വേറെ എങ്ങനെ? എന്താ പേര്? ആദികേശവ്. ആദികേശവ് ചോദിച്ച ചോദ്യം കേട്ടോ. ആ ചോദ്യം പൂച്ചയെ കുറിച്ചിട്ടാണ്. അതിന് ഉത്തരം നിങ്ങൾ വേണം പറയാൻ. പൂച്ചേനെ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഇട്ടാൽ എന്തായാലും 4 കാലിലേ വന്ന് നിൽക്കും അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ടോ?
പൂച്ചയെ പൊക്കിട്ട് നോക്കിയിട്ടുണ്ടോ? എങ്ങനെ ഇട്ടാലും ശരി അത് 4 കാലിൽ വന്ന് വീഴും. അതെന്തുകൊണ്ട് അങ്ങനെ? എങ്ങനെയാണ് പൂച്ചയ്ക്ക് അത് പറ്റുന്നത്? സ്ലിം ആയതുകൊണ്ടാ? അതിന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി അല്ലേ? പൂച്ച ഒരു കാറ്റ് ഫാമിലി എന്നൊരു ഫാമിലി ഉണ്ട്, കേട്ടിട്ടുണ്ടോ? കാറ്റ് ഫാമിലി വേറെയും കുറേ ആളുകളുണ്ട്. അതിൻ്റെ പുലിയുണ്ട്, കടുവയുണ്ട്, സിംഹമുണ്ട്, ചീറ്റയുണ്ട്. ഇവരെല്ലാവരും അടങ്ങുന്ന ഒരു ഫാമിലിയാണ് കാറ്റ് ഫാമിലി. അല്ലെ ഏറ്റവും കുഞ്ഞു കക്ഷിയാണ് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ച. കാട്ടിൽ വളർന്ന കുറച്ചും കൂടി വലിയ പൂച്ചയുണ്ട്, പുലിയുണ്ട്, കടുവയുണ്ട്, സിംഹമുണ്ട്. ഇവരെല്ലാവരും ഉള്ള ഫാമിലിയാണ്. അപ്പോൾ പൂച്ചയെ സംബന്ധിച്ചിട്ട് പൂച്ചയുടെ ഒരു പ്രശ്നം, പൂച്ചയ്ക്ക് നല്ല ഉയരങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വരും. കെട്ടിടത്തിന് മുകളിൽ കയറേണ്ടി വരും, മരത്തിൻ്റെ മുകളിൽ കയറേണ്ടി വരും ഇര പിടിക്കാൻ വേണ്ടിയിട്ട്. അവിടുന്ന് മതിലിൻ്റെ മുകളിൽ കയറേണ്ടി വരും, അവിടുന്ന് താഴേക്ക് ചാടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പൂച്ച ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും. ചെറിയ പൂച്ചക്കുട്ടികൾ കളിക്കുന്ന കണ്ടിട്ടുണ്ടോ? കുഞ്ഞു പൂച്ചക്കുഞ്ഞുങ്ങൾ അമ്മ കളിപ്പിക്കുന്ന കണ്ടിട്ടുണ്ടോ? അമ്മ ഭയങ്കരമായിട്ട് കളിപ്പിക്കും പൂച്ചക്കുഞ്ഞുങ്ങളെ. ആ സമയത്ത് അവർക്ക് കിട്ടുന്ന ട്രെയിനിങ് ആണ് എങ്ങനെ വീണ് കഴിഞ്ഞാലും 4 കാലിൽ വീഴാനുള്ള. അവരുടെ ശരീരം അതിനനുസരിച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. തലയ്ക്ക് ഭാരം വളരെ കുറവായിരിക്കും, അതുകൊണ്ട് തലയടിച്ച് വീഴില്ല. എങ്ങനെ വീണ് കഴിഞ്ഞാലും വായുവിൽ നിന്നിട്ട് തിരിഞ്ഞിട്ട് 4 കാലിൽ വരാനായിട്ടുള്ള ശേഷി അവർ പരിണാമപരമായിട്ട് തന്നെ നേടിയിട്ടുണ്ട്. കാരണം അത് അവരുടെ ആഹാരം നേടാനായിട്ടുള്ള കഴിവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. വേറെ ആ ആ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ചോദ്യം കേട്ടോ, എൻ്റെ പേര് ഞാൻ ചോദിച്ച ചോദ്യം, ഈ ഡോൾഫിനൊക്കെ എന്തിനാണ് വെള്ളത്തിന് മുകളിൽ വരുന്നത് ശ്വസിക്കാൻ? വെള്ളത്തിന് അടിയിൽ നിന്ന് എന്താ ശ്വസിക്കാൻ പറ്റാത്തതെന്നാണ് ചോദിച്ചത് അല്ലേ? ശരിയല്ലേ? ചോദ്യം അതല്ലേ? എന്താ കാരണം പറയൂ. എന്താ ഇയാളുടെ പേര്? സായി കൃഷ്ണനാണോ ഉത്തരം പറഞ്ഞത്? സായി കൃഷ്ണ പറഞ്ഞത് അതിന് ഗിൽസ് ഇല്ല എന്നാണ്, ചെകിളില്ല. ഡോൾഫിന് ഗിൽസ് ഇല്ല. എന്തുകൊണ്ടാണ് ഡോൾഫിന് ഗിൽസ് ഇല്ലാത്തത്? അത് മാമലാണ്. അത് ഇയാളുടെ പേരെന്താ? ദ്രോണം പറഞ്ഞ കേട്ടോ. ഡോൾഫിനും തിരുമംഗലവും ഒക്കെ മീനല്ല, അത് സസ്തനെയാണ്, മാമലാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഗിൽസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഗിൽസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളത്തിൽ നിന്ന് അവർക്ക് ശ്വസിക്കാൻ പറ്റൂല. അവർക്ക് ശ്വസിക്കണമെങ്കിൽ വെള്ളത്തിന് മുകളിൽ വന്നിട്ട് അന്തരീക്ഷത്തിലുള്ള വായു തന്നെ ശ്വസിക്കേണ്ടി വരും. ഓക്കെ, യെസ്. എന്താ പേര്? സുദേവ് ചോദിച്ച ചോദ്യം കേട്ടോ, ഭയങ്കര അപകടം പിടിച്ച ചോദ്യമാണ് സുദേവ് ചോദിച്ചത്. ഈ ഭൂമി എങ്ങനെ അവസാനിക്കാതാ ചോദിച്ചത്. എങ്ങനെ അവസാനിക്കുക പറ. അപ്പോൾ പല ഉത്തരങ്ങൾ കിട്ടി. ഒന്ന്, നമ്മളിപ്പോൾ ജീവിക്കുന്ന പോലെ ജീവിച്ചു പോകണമെങ്കിൽ നമ്മളുണ്ടാക്കുന്ന മലിനീകരണം കൊണ്ട് തന്നെ നമ്മൾ മരിച്ചു പോവാം. നമ്മൾ നന്നായി ജീവിച്ചു കഴിഞ്ഞാൽ കുറേ കാലം കൂടി ജീവിക്കാൻ പറ്റും. പക്ഷെ അപ്പോഴേക്കും സൂര്യൻ കത്തിത്തീരും. സൂര്യൻ കത്തിത്തീരുന്നതോട് കൂടിയിട്ട് സൂര്യനെ നമ്മളെ പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥയാവും, നമുക്ക് ഊർജ്ജം കിട്ടാത്ത അവസ്ഥയാവും, സ്വാഭാവികമായിട്ടും ഇവിടെ ജീവൻ നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ഭൂമി പതുക്കെ പതുക്കെ സൂര്യനിലേക്ക് ചെന്ന് വീഴുകയും ചെയ്യും. സൂര്യൻ ചെയ്യും. വേറൊരു രീതി പറഞ്ഞാൽ അത് ബ്ലൂടൂത്തിന്റെ മൈക്ക് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അവർക്കും കൂടെ കിട്ടും. എനിക്ക് വേണം അങ്ങോട്ട് സൗണ്ട് തീരെ പോകുന്നില്ല, അതുകൊണ്ട് നെറ്റ് മാത്രമായതുകൊണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? വൺ സൈഡ് മാത്രമായിട്ട് പോയിക്കൊണ്ടിരിക്കുക, അതാണ് അവരെ അനങ്ങാതിരിക്കുന്നത്. അവർക്ക് ക്ലിയർ ആവുന്നില്ല പറയുന്നത്. അത് നമുക്ക് ഇവിടെ എങ്ങനെ വെക്കാമല്ലോ, സ്പീക്കറോടെ വെക്കാം. സാറ് സംസാരിച്ചാൽ മതി. ചെയറിട്ട് ഞാൻ സെൻറ്ററിലേക്ക് വെക്കാം. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാമോ? അടുത്ത ചോദ്യം.
എന്താ പേര്? ഹരിപ്രിയ ചോദിച്ച ചോദ്യം, മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന പോലെ പറ്റുന്ന സ്ഥലങ്ങൾ ഈ പ്രപഞ്ചത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നല്ലേ ചോദിച്ചു? ഓക്കെ, ഉണ്ടോ വേറെ എവിടെയെങ്കിലും? ഉണ്ട്, പറ്റും. ഏ ആ കണ്ടുപിടിച്ചില്ല, ഇതുവരെ കണ്ടുപിടിച്ചില്ല എന്നാ പറയണത്. നമ്മൾ കുറെ നാളായിട്ട് അന്വേഷിക്കുന്നുണ്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരം. എവിടെയെങ്കിലും ജീവനുണ്ടോ നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. അതിനു വേണ്ടിയിട്ട് നമ്മൾ ധാരാളം ടെലസ്കോപ്സ് യൂസ് ചെയ്യുന്നുണ്ട്, റഡാറുകൾ ഉപയോഗിക്കുന്നുണ്ട്. എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒരു സിഗ്നൽ കിട്ടുന്നുണ്ടോ നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ഇതുവരെ നമുക്കൊന്നും കിട്ടിയില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു വസ്തു പെട്ടെന്ന് നമ്മുടെ സൗരയൂഥത്തിലേക്ക് വന്നിട്ട് ഒരു 400 മീറ്റർ നീളം, ഒരു 100 മീറ്റർ വീതിയുള്ള ഒരു ഡിസ്ക് പോലത്തെ സാധനം ഇങ്ങനെ കറങ്ങി വന്നു. എന്നിട്ട് വന്നു, ഇത് കണ്ടോടുകൂടി തന്നെ ആ വിവരങ്ങളെല്ലാം ടെലസ്കോപ്പുകളിലേക്ക് അയച്ചു. എല്ലാ ടെലസ്കോപ്പും അതിന്റെ നേരെ തിരിച്ചു. ഭൂമിയിൽ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ടെലസ്കോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഉപഗ്രഹങ്ങളിൽ ഉള്ള ടെലസ്കോപ്പുകളുണ്ട്. അതെല്ലാം പെട്ടെന്ന് ഈ വസ്തുവിനെ നേരെ തിരിഞ്ഞ് നോക്കുമ്പോൾ ആ വസ്തു പാഞ്ഞു പോവാണ്. സൂര്യന്റെ അടുത്തുനിന്ന് തെറിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സാധാരണഗതി അങ്ങനെ ഒരു വസ്തു വന്നാൽ സൂര്യന്റെ അടുത്തേക്കാണ് പോകേണ്ടത്. സൂര്യന്റെ ആകർഷണം കാരണം അവിടെ പോയി വീഴുക വേണ്ടത്. ഇതങ്ങനെയല്ല, ഇത് അവിടെ നിന്ന് തെറിച്ചു പോവാണ്. അപ്പം അവൾ വിചാരിച്ചു ഇത് വേറെ ഏതോ ഗ്രഹങ്ങളിലുള്ള ഏതോ ഒരു മനുഷ്യനെ പോലെയുള്ള മറ്റു ജീവികൾ അയച്ചതാണ് എന്നാണ് ആദ്യം വിചാരിച്ചത്. അതിങ്ങനെ വന്നിട്ട് സാറ്റൻ എന്ന് പറയുന്ന പ്ലാനറ്റിന്റെ അപ്പുറത്തൂടെ അത് പറന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു. അത് ഭയങ്കര ഉമാനുവോ എന്നാണ് അതിന് പേരിട്ട്, ഉമാനുവോ എന്ന് പേരിട്ടു. എന്നിട്ട് അതാണ് ആദ്യമായിട്ട് ഈ പ്രപഞ്ചത്തിൽ മറ്റൊരു ജീവി അയച്ച ഒരു വസ്തു ഭൂമിയിൽ വന്നത് എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അത് ഒരു അന്യഗ്രഹ ജീവികളെ അയച്ചതല്ല എന്നും അത് ഒരു കോമറ്റ് മാത്രമാണ്, ഒരു ധൂമകേതു മാത്രമാണ്. അതിനകത്ത് കൂടുതലായിട്ടുണ്ടായിരുന്ന ഹൈഡ്രജൻ ആണെന്നുള്ളതുകൊണ്ട് സാധാരണ ധൂമകേതുവിന്റെ വാലുണ്ടാവും, നീണ്ട വാല്. ആ വാല് കാണാതായത് അത് കൂടുതൽ ഹൈഡ്രജൻ ഉള്ളതുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലായത്. അപ്പൊ ഇതുവരെ നമുക്ക് വേറെ എവിടെയും ആരെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ചോദ്യം കേട്ടോ. ഈ സയന്റിസ്റ്റ് ആയാലുള്ള ഗുണം എന്താണെന്നാ ചോദിച്ചേ. എന്താണ് സയന്റിസ്റ്റുകളായിട്ടുള്ള ഗുണം? സയന്റിസ്റ്റ് ആയാലുള്ള ആദ്യത്തെ ഗുണം എന്താ വെച്ചാല് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ആവർത്തിക്കില്ല എന്നുള്ളതാണ്. എല്ലാ ദിവസവും വേറെ വേറെ ആയിരിക്കും. ഇന്നിപ്പോ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ് അല്ലെ, നാളെ ചിലപ്പോൾ ഞാൻ കാട്ടിൽ പോയിട്ടുണ്ടാവും, മറ്റന്നാൾ ഞാൻ ചിലപ്പോൾ ചിത്രം വരയ്ക്കായിരിക്കും, അടുത്ത ദിവസം ഞാൻ ചിലപ്പോൾ ഫോട്ടോ എടുക്കുകയായിരിക്കും, അടുത്ത ദിവസം ഞാൻ ചിലപ്പോൾ എഴുതുകയായിരിക്കും, അതിന്റെ അടുത്ത ദിവസം ഞാൻ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പുസ്തകം വായിക്കുകയായിരിക്കും. നമ്മുടെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരു ദിവസം പോലും ആവർത്തിക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ പോലെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു ചെറിയ കുട്ടിയായിട്ട് ഒരു ജീവിതകാലം മുഴുവൻ ജീവിക്കാം എന്നുള്ളതാണ്. നമുക്ക് പ്രായമായാലും മുടി നരച്ചാലും താടി നരച്ചാലും നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന പോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇതാണ് ഒരു ജീവിതകാലം മുഴുവൻ ചെറിയ കുട്ടികളെ പോലെ ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് രണ്ടാമത്തെ ഗുണം. മൂന്നാമത്തെ ഗുണം നമുക്ക് മനുഷ്യന് ഉപകാരപ്പെടുന്ന പല കാര്യങ്ങളും കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. മറ്റുള്ള മനുഷ്യരുടെ ജീവിതം കുറച്ചുകൂടി എളുപ്പമാക്കുന്ന തരത്തിലുള്ള പുതിയ വസ്തുക്കൾ, പുതിയ വിവരങ്ങൾ ശേഖരിക്കാം, അറിയാം, കണ്ടെത്താം എന്നുള്ളതാണ്. ഒരു ഇടി വെച്ചു കൊടുക്ക്, ഒരു ഇടി കൊടുക്ക്, ഇട്ടിട്ട് കൊടുക്ക്. ഈ ഭൂമിയിൽ എന്താണ് ഗ്രാവിറ്റി ഇല്ലാത്തതാണ് ചോദിച്ചത്. ഭൂമിയിൽ ഗ്രാവിറ്റി ഉണ്ടല്ലോ. സൂര്യനിലാണെങ്കിൽ ഗ്രാവിറ്റി കൂടുതലാണ്, അതിനേക്കാൾ കുറവാണ് ഭൂമിയിൽ. ഇത് ചന്ദ്രനിൽ പോയി കഴിഞ്ഞാൽ ചന്ദ്രനിൽ അതിനേക്കാൾ കുറവാണ്. പക്ഷെ മാസമുള്ള എല്ലാ വസ്തുക്കൾക്കും ഗ്രാവിറ്റി ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഇടി കിട്ടി എത്രയാണെന്ന് മനസ്സിലായ? ഒരു മിനിറ്റ്. ഇടിമിന്നൽ എങ്ങനെ ഉണ്ടാവുന്ന എന്റെ പേര് ആര്യപുത്രൻ ചോദിച്ച ചോദ്യം, എങ്ങനെയാണ് ഇടിമിന്നൽ ഉണ്ടാവുന്നത് എന്നാണ്. ആർക്കെങ്കിലും ഉത്തരം അറിയോ? പറയേ. അപ്പൊ ട്രാഫിക് പ്രശ്നമാണ്. രണ്ട് മേഘം വരുന്നു, ഇടിക്കുന്നു. പറ.
എന്താ പേര്? അദ്വൈത. ഞാൻ പറയാട്ടോ. അദ്വൈത ചോദിച്ച രസമുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ അതിന് ഉത്തരം പറയാം. പക്ഷെ അതിന് പിന്നെ നമുക്ക് ഇടിമിന്നലിന്റെ ഇടി തീർക്കാം. ആ ആ ഓക്കെ. അപ്പൊ അത് രണ്ട് പേർക്ക് സംഭവിക്കാം. ഒന്ന്, രണ്ട് മേഘങ്ങൾ. നിങ്ങൾ ഇലക്ട്രിസിറ്റിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് പഠിച്ചിട്ടുണ്ടാവും. ഇത് കണ്ടിട്ടുണ്ടോ നമ്മള്? നമ്മള് പ്ലഗില് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. കണ്ടിട്ടുണ്ടോ? ഒരെണ്ണം ചുമപ്പ് നിറമുള്ള വയറും ഒരു നീല അല്ലെങ്കിൽ പച്ച നിറമുള്ള വയറുണ്ടാവും. നീല നിറമുള്ള വയറുണ്ടാവും. ഒന്നില് കറണ്ട് ഉണ്ട്, മറ്റേതിൽ കറണ്ട് ഇല്ല. അപ്പോ മേഘങ്ങളിലെ ചാർജ് അത് ഡിസ്ചാർജ് ചെയ്യുന്നതാണ്. മറ്റൊരു മേഘത്തിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്താണ് ആ വെളിച്ചവും ശബ്ദവും ഉണ്ടാവുക. അത് നേരെ ഭൂമിയിലേക്ക് അടിക്കുന്ന സമയത്താണ് മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കൊക്കെ പ്രശ്നമായിട്ട് മാറുക. ആദ്യം വെളിച്ചം, ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ആദ്യം വെളിച്ചമാണ് കാണുന്നത്. അതിനുശേഷമാണ് ശബ്ദം കേൾക്കുന്നത്. എന്താ കാരണം? ആർക്കാ സ്പീഡ് കൂടുതല്? അപ്പൊ വെളിച്ചത്തിന്റെ സ്പീഡ് കൂടുതലാണ്, ശബ്ദത്തിന്റെ സ്പീഡ് കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് ആദ്യം നമ്മൾ വെളിച്ചം കാണുന്നത്, അതിനുശേഷം ആണ് നമ്മൾ ശബ്ദം കേൾക്കുന്നത്. ഒരു മിനിറ്റ് അതിനിടയ്ക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അതിന് ഉത്തരം പറയണം. ആ പേര് മറന്നു ഞാൻ. അദ്വൈത ചോദിച്ച ചോദ്യം ഇതാണ്: മനുഷ്യൻ മരിക്കുന്നത് ഹൃദയം നിന്നു പോകുമ്പോഴാണല്ലോ, അതുപോലെ തന്നെയാണോ മറ്റ് ജീവികളും മരിക്കുന്നത്? എന്താ അല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നണത്? അപ്പൊ നമ്മൾ കൊല്ലുമ്പോഴും അവര് ചാവും അല്ലെ? പിന്നെ അത് ചോദിക്കാം, പറയാം. പക്ഷെ ഈ ചോദ്യത്തിന് ഉത്തരം ഒന്ന് പറഞ്ഞോട്ടെ. എന്താ നിങ്ങൾക്ക് തോന്നുക? അദ്വൈത ചോദിച്ച ചോദ്യത്തിന് ഉത്തരം: നമ്മൾ ഹൃദയം നിൽക്കുമ്പോഴാണ് നമ്മൾ മരിക്കുന്നത്, പക്ഷേ മറ്റു മൃഗങ്ങളും അങ്ങനെ തന്നെയാണ് മരിക്കുക എന്നാ ചോദിച്ചേ. മറ്റു മൃഗങ്ങളും അങ്ങനെ തന്നെയാണ് മരിക്കുന്നത്. നമ്മളതിനെ കൊന്നിട്ടില്ലെങ്കിൽ. ഹൃദയം ഒരു പമ്പാണ്, അതിങ്ങനെ രക്തം ശരീരം മുഴുവൻ എത്തിക്കുന്നത്. അത് നിന്നുപോയി കഴിഞ്ഞാൽ ശരീരത്തിലേക്ക് രക്തം എത്താൻ പറ്റാതെയാണ് മരിക്കുക. പക്ഷെ മനുഷ്യന്റെ ശരീരത്തിൽ നമ്മൾ മരണം എന്ന് ഉറപ്പാക്കുകയും പമ്പിനെ നമുക്ക് വർക്ക് ചെയ്യിക്കാം. പക്ഷേ നമ്മൾ മനുഷ്യൻ എപ്പോഴാണ് മരിച്ചതെന്ന് ചോദിച്ചാൽ നമ്മുടെ തലച്ചോറ് അതിന്റെ പ്രവർത്തനം നിർത്തുമ്പോഴാണ് മരിച്ചതെന്നാണ് നമ്മൾ കണക്കാക്കുക. അപ്പൊ തലച്ചോറ് മരിച്ചിട്ടില്ലെങ്കിൽ മരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുക. അപ്പൊ മരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബാക്കി ഭാഗങ്ങളല്ല, പക്ഷെ തലച്ചോറ് നിന്ന് പോകുമ്പോഴാണ് നമ്മൾ മരിച്ചു എന്ന് പറയാം. ഓക്കെ. അത് മനുഷ്യന്റെ ഭാവനയാണ്. അതൊന്നുമല്ല, മനുഷ്യൻ മരിച്ചതാ. അത് സംഭവിക്കില്ല, ഒന്നും പുറത്തേക്ക് പോകില്ല. അത് തെറ്റാണെന്ന് തെളിയിക്കുക തന്നെ ചെയ്തു. അതെ, അതെന്താ സംബന്ധിച്ചാല് നമ്മളൊരു മേശ ചോദിച്ചോ കേട്ടോ. ചോദിച്ച ചോദ്യം
ഈ ഭൂമിയിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഗോളങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കറക്കം എന്താ അവസാനിക്കാത്തെന്നുള്ളതാണ് നമുക്ക് ചോദിച്ചത് അല്ലേ? എന്തുകൊണ്ടാണ് ഈ കറക്കം അവസാനിക്കാത്തത്? എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതാണ്. അതെ, പറഞ്ഞുതരാം. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു മേശ, ഒരു വലിയ മേശ സങ്കല്പിക്കുക. മേശന്റെ മുകളിലുള്ള ഭാഗം നമ്മൾ ഒഴിവാക്കിയിട്ട് അവിടെ നല്ല കട്ടിയുള്ളൊരു റബ്ബർ ഷീറ്റ് വലിച്ചു കെട്ടിയതേക്ക്, റബ്ബറിന്റെ ഒരു ഷീറ്റ് വലിച്ചു കെട്ടിയതേക്ക് മേശന്റെ മുകളിൽ. എന്നിട്ട് നമ്മള് നല്ല ഭാരമുള്ള ഇരുമ്പിന്റെ ഒരു ഗോളം, ഷോർട്ട് പുട്ട് കണ്ടോ നിങ്ങൾ? ഷോർട്ട് പുട്ട് കണ്ടിട്ടുണ്ടോ? സ്പോർട്സിന് ഉപയോഗിക്കുന്ന ഷോർട്ട് പുട്ട്, ഇരുമ്പിന്റെ ഗോളം, അത് അതിനകത്തേക്ക് ഇട്ടുന്ന് വെക്കുക. എന്താ സംഭവിക്കുക? അത് അതിന്റെ നടുക്ക് പോയി നിൽക്കും അല്ലെ? ആ റബ്ബർ ഷീറ്റ് താഴേക്ക് ഇങ്ങനെ ചെരിഞ്ഞു കിടക്കും അല്ലെ? ശരിയല്ലേ? ഇത് നമ്മൾ അതിനേക്കാളും ഭാരം കുറഞ്ഞ ഒരു വസ്തുവിനെ ഇതിന്റെ മുകളിലേക്ക് കറക്കി വിട്ടാൽ അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ ഓരോ പ്രാവശ്യം കറങ്ങുമ്പോഴും അത് താഴേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. കറങ്ങിക്കൊണ്ടേയിരിക്കുക. ഭൂമി അങ്ങനെ തന്നെയാണ്, സൂര്യനും അങ്ങനെ തന്നെയാണ്. ഈ റബ്ബർ ഷീറ്റിന്റെ മുകളിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുക, പക്ഷെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ആ ആ അല്ല, അതെ, അല്ല ഞാൻ പറഞ്ഞത് 2D അല്ല 3D തന്നെയാണ്. കാരണം മേശയും ഈ കർവേച്ചർ വരുന്നോട് കൂടി അത് 3D ആയല്ലോ. അതിന് നീളമുണ്ട്, വീതിയുണ്ട്, പൊക്കമുണ്ട്. അപ്പൊ 3 ഡയമെൻഷനായി. അത് നേരെ പോയില്ല. കാരണം അത് ഈ കറങ്ങി 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 തന്നെ പോയിട്ട് അവസാനത്തേക്ക് വന്ന് വീഴുക ചെയ്യാം. അത് ഒരു ചെറിയ സമയത്തേക്കൊക്കെ പറ്റും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നും. പക്ഷെ കുറേ സമയം നമ്മൾ ഒരു ഗോളത്തിന്റെ നീക്കം നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കറങ്ങുന്നുണ്ട്, അതേസമയം താഴേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇത് കൊളാപ്സ് ചെയ്യും. ആ ആ സ്പേസ് അല്ല, മാസാണുള്ളത്. മാസ്. ആ ഭൂമിയുടെ സെന്ററിലല്ല, യൂണിവേഴ്സിന്റെ സെന്ററിൽ. അതിനെയാണ് നമ്മൾ ബ്ലാക്ക് ഹോൾ എന്ന് വിളിക്കുന്നത്. ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന സംവിധാനം ഭൂമിയിൽ പറ്റില്ല. ഭൂമിയിൽ അങ്ങനെ സംഭവിക്കില്ല. ഭൂമിക്ക് അതിന് പറഞ്ഞേ, ഭൂമിയിൽ ബേസിക് ഗ്രാവിറ്റി മാത്രമേ ഉള്ളൂ. അത് കാര്യങ്ങൾ സ്ഥലത്തേക്ക് വയ്ക്കും. പക്ഷെ ഈ ഗ്രാവിറ്റി പോരാ. ഭൂമിയെക്കാളും ഒരു 1000 മടങ്ങ് മാസമുള്ളൊരു വസ്തു ആകുമ്പോൾ എല്ലാത്തിനും അത് അങ്ങോട്ട് വലിക്കാൻ തുടങ്ങും. ചുറ്റുപാടുള്ള പ്രകാശത്തെ പോലും വലിക്കാൻ തുടങ്ങും. അവിടുന്ന് പ്രകാശം പോലും പുറത്തേക്ക് രക്ഷപ്പെടില്ല. നമുക്ക് കാണാനേ പറ്റൂല. പ്രകാശം അവിടുന്ന് വന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ ചന്ദ്രശേഖരൻ ലിമിറ്റ് എന്ന് വിളിക്കുന്നത്. ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ഉണ്ട്, ഇന്ത്യക്കാരനാണ്. നോബൽ സമ്മാനം കിട്ടിയ കക്ഷിയ. ചന്ദ്രശേഖരൻ ലിമിറ്റ് എന്ന് പറഞ്ഞൊരു ലിമിറ്റ് പുള്ളി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ലിമിറ്റിന് താഴെ കാര്യങ്ങൾ വേറൊരു രീതിയിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യാം. അതിന്റെ താഴേക്ക് നമ്മൾ പോകാത്തോണ്ടാണ് നമുക്കിപ്പോ ഇതേപോലെ ജീവിക്കാൻ പറ്റുന്നത്. ഓക്കെ, യെസ്. വേറെ ചോദ്യങ്ങൾ? എന്താ പേര്? സുന്നെ ചോദിച്ച ചോദ്യം, ഭൂമിയിലെ ദിനോസേഴ്സ് എങ്ങനെ ഇല്ലാതായെന്ന. എങ്ങനെയുണ്ട് ഇല്ലാതായേ? ഒരു ഉൽക്ക വന്ന് വീണതാണ്. ഒരു ഉൽക്ക വന്ന് ഭൂമിയിൽ വീഴുകയും ആ സമയത്തുണ്ടായ ധാരാളം പൊടിപടലങ്ങൾ മുകളിലേക്ക് പൊങ്ങി. ആ പൊടിപടലങ്ങൾ ഭൂമിയിൽ കുറേ സമയം തങ്ങി നിന്നു. ആ സമയത്ത് ദിനോസർ മാത്രമല്ല, ഭൂമിയിൽ ഉണ്ടായിരുന്ന ഏകദേശം 85% ജീവജാലങ്ങൾ കംപ്ലീറ്റ് ഇല്ലാതായി. ആ കൂട്ടത്തിൽ പോയ ഒരു ജീവിയാണ് ദിനോസർ. ഒറ്റ മിനിറ്റ്.
എനിക്ക് എൻ്റെ ഹൃദയം നിരത്തിനായിട്ട് ഞാൻ പഠിച്ചത്. അപ്പൊ എൻ്റെ ഹൃദയം വേറെ ഒരാൾക്ക് വെച്ചുകൊടുത്താൽ ആൾക്ക് ചോദ്യം ചോദിച്ചത് അവയവങ്ങൾ മാറുന്നതിനെ കുറിച്ചിട്ടാണ് ചോദിച്ചത്. ഞാൻ ഹൃദയം, എന്റെ ഹൃദയം നിന്ന് പോയി, ഞാൻ മരിച്ചു, അപ്പൊ ആ ഹൃദയം എടുത്ത് വേറെ ആൾക്ക് വെച്ചാൽ ആള് ജീവിക്കുമെന്നാണ് ചോദിച്ചത് അല്ലേ? ചോദ്യമല്ലേ? നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയം എടുത്ത് വേറൊരാൾക്ക് വെച്ചാൽ ജീവിക്കുമെന്നല്ലേ ചോദിച്ചേ? ആ, പ്രശ്നം എന്താ വെച്ചാൽ എല്ലാ അവയവങ്ങളും ഒരേപോലെ അല്ല. നമുക്ക് മാറ്റി വെക്കാവുന്ന ചില അവയവങ്ങളുണ്ട്. അതായത് കണ്ണ് മാറ്റി വെക്കാം. പക്ഷെ ഹൃദയത്തിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഹൃദയം പണിമുടക്കിയിട്ടാണ് നിന്നുപോയത്, കേടായതുകൊണ്ടാണ് നിന്നുപോയത്. അപ്പൊ കേടായ ഒരു വസ്തു എടുത്ത് വേറെ സ്ഥലത്ത് വെച്ചിട്ട് കാര്യമില്ല. കണ്ണ് നമുക്ക് എടുത്തു വെക്കാൻ പറ്റും. ആ വേറെ ഒരു മിനിറ്റ്. രസമുള്ള ചോദ്യം. ആറ്റം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കണേ ചോദിച്ചത്. ആറ്റം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? 3 വസ്തുക്കളുണ്ട്. പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. ഈ 3 സാധനങ്ങൾ ചേർത്തതാണ് ആറ്റം ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഞാനൊരു ഉത്തരം പറഞ്ഞ കേട്ടില്ലേ? ഇപ്പൊ പറഞ്ഞു. വലിയൊരു ഉൾക്കം ഒന്ന് ഇടിച്ചു. ആ സമയത്ത് പൊടിപടലങ്ങൾ ധാരാളമായിട്ട് പൊങ്ങി അന്തരീക്ഷത്തിൽ നിന്നു. യെസ്. ഒരു മിനിറ്റ്. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോട്ടെ. ചോദിച്ചത് എന്റെ പേരെന്താ? മനസ്സിൽ പേരെന്താ? ആതിഥേയ. അതിന് ചോദിച്ച ചോദ്യം, ഒരു മീനുണ്ട്, ആ മീൻ ഇങ്ങനെ മഷി തെറിപ്പിക്കും. ആ മഷി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാ ചോദിച്ചത്. പല ജീവജാലങ്ങളും പലതരത്തിലുള്ള വസ്തുക്കൾ ഉത്പാദിപ്പിക്കുന്നുണ്ട്. വിഷം ഉത്പാദിപ്പിക്കുന്നുണ്ട്, കളറുള്ള വസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന് ആ മഷി ഉത്പാദിപ്പിക്കാനായിട്ടുള്ളൊരു ഗ്രന്ഥിയുണ്ട്, അതിനകത്ത് നിന്നാണ് അത് ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു മെക്കാനിസം ആണ്. വേറെ ജീവികൾ പിടിക്കാൻ വരുന്ന സമയത്ത് മഷി തെറിപ്പിക്കുക, അവിടെ മുഴുവൻ കറുപ്പ് നിറാവും, പുക പോലെയാവും. അതുണ്ടാക്കാനായിട്ട് പാമ്പുകൾക്കൊക്കെ വിഷം ഉത്പാദിപ്പിക്കാനായിട്ട് ഗ്രന്ഥി ഉള്ളതുപോലെ ശരീരത്തിലുള്ളൊരു ഗ്രന്ഥി നിന്നാണ് അത് ഉത്പാദിപ്പിക്കുന്നത്. അങ്ങനെ ധാരാളം ജീവികൾക്ക് ഇപ്പൊ എട്ടുകാലി വല ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്, അതുപോലത്തെ ഗ്രന്ഥിയാണ്. വേറെ എന്താ പേര്? ശ്രീലക്ഷ്മി ചോദിച്ച രസമുള്ളൊരു ചോദ്യമുണ്ട്. ആ ഭൂമി കറങ്ങുന്നുണ്ടല്ലോ ഇല്ലേ? ഭൂമി കറങ്ങുന്നില്ലേ? ആ ശ്രീലക്ഷ്മി ചോദിച്ചു നമ്മളെന്താ കറങ്ങാത്തേന്നാ. നമ്മളെന്താ കറങ്ങാത്തേ? ഭൂമി ഭയങ്കര സ്പീഡിൽ കറങ്ങാണ്, പക്ഷെ നമ്മളെന്താ കറങ്ങാത്തെന്നാണ് ഇപ്പൊ ശ്രീലക്ഷ്മി. ഭൂമി വലുതാണ്, നമ്മൾ കുഞ്ഞാണ്, അതുകൊണ്ട് നമ്മൾ കറങ്ങലില്ല. അതാണ് കാരണം. സത്യത്തിൽ നമ്മളും കറങ്ങുന്നുണ്ട്, ഭൂമിയോടൊപ്പം നമ്മളും കറങ്ങുന്നുണ്ട്. പക്ഷെ നമ്മൾ നിൽക്കുന്ന ഭൂമി അടക്കം കറങ്ങുന്നതുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റുന്നില്ല. ഓക്കെ. പിന്നെ അടിപൊളി. എന്താ പേര്? ശ്രീദേവി ചോദിച്ച ഗംഭീര ഒരു ചോദ്യമുണ്ട്. രാത്രിയാണോ പകലാണോ ആദ്യം ഉണ്ടായത്? ആദ്യം ഉണ്ടായത്? രാത്രിയാണോ പകലാണോ ആദ്യം ഉണ്ടായത്? പകല? രാത്രിയാണോ? പകല? ഒരുമിച്ചുണ്ടായിരുന്നു. ഓക്കെ, കേട്ടോ? ചോദിച്ചായിരുന്നു. ഇത് രണ്ടും ഒരുമിച്ചുണ്ടായി. പകലും രാത്രിയും ഒരുമിച്ചാണ് ഉണ്ടായത്. സത്യത്തിൽ ഇത് ഒരുമിച്ചാണ് ഭൂമിയിലുള്ളത്. ഇപ്പൊ നമുക്ക് സംബന്ധിച്ച് ഇപ്പൊ പകലല്ലേ, അമേരിക്കയിലുള്ള ആളുകൾക്ക് ഇപ്പൊ രാത്രിയാ. അപ്പൊ ഒരേ സമയത്ത് രണ്ടും ഉണ്ട്. ഓക്കെ. മഴക്കാലം വേനൽക്കാലം തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചത്. വേനൽക്കാലത്ത് ഭയങ്കരമായിട്ട് വരണ്ടിട്ടാ നിൽക്കുന്നത്, മഴക്കാലത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് മഴ കൂടുതൽ കിട്ടുന്നുണ്ട്, നനയുന്നുണ്ട് ഭൂമി, ധാരാളം ജീവജാലങ്ങൾ വളരാൻ തുടങ്ങുന്നത്, ചെടികൾക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ വളരാൻ തുടങ്ങുന്ന സമയമാണ്. വേനലാകുമ്പോൾ വെള്ളത്തിന്റെ അളവ് കുറയും, അതനുസരിച്ച് ജീവജാലങ്ങൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും.
വേറെ അത് കുറെ നേരമായി ശ്രമിക്കണം ചോദ്യം ചോദിക്കാൻ. ആ ആ ആ എന്താ പേര്? അവന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സൂര്യന്റെ ചൂടുണ്ടല്ലോ, സൂര്യൻ ആ ചൂട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, വെയിൽ കൊള്ളുന്നുണ്ട് നമ്മൾ, ആ സൂര്യനിൽ നിന്ന് വരുന്ന ചൂടാണ്. അതേപോലെ മറ്റു സ്റ്റാറുകളുടെ ചൂട് നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ എന്നാണ് അവന് ചോദിച്ചത്. അല്ലെ, പറ്റുമോ? എന്താ കാരണം? പോലെ കാരണം ആ ആ അത് കാരണം എന്ന് വെച്ചാല് അത് കുറേ ദൂരെയാണ്, സൂര്യൻ നമ്മുടെ അടുത്താണ്, അതുകൊണ്ടാണ് ആ ചൂട് നമുക്ക് കിട്ടുന്നത്. മറ്റേ കുറേ ദൂരെ ആയതുകൊണ്ട് അങ്ങോട്ട് എത്തുന്നില്ല ചൂട്. ആ ഒരു മിനിറ്റ്. ആ എന്റെ പേരെന്താ? ആ സനബിൻ. സനബിൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. സനബിൻ ചോദിച്ചത് ഈ കടലിൽ എങ്ങനെ ഉപ്പുണ്ടായെന്നാണ്. കടലിൽ വെള്ളത്തിൽ ഉപ്പല്ലേ, കടലിൽ എങ്ങനെയാണ് ഉപ്പ് വന്നത് എന്നാണ് ചോദിച്ചത്. ആർക്കൊരു ഉത്തരം ഉണ്ടോ? ഇല്ല. ആ ഭൂമി ഉണ്ടാവുന്ന സമയത്ത് ധാരാളം മൂലകങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം ആദ്യം ഗ്യാസ് ആയിരുന്നു, അതിനുശേഷം അത് ലിക്വിഡായി മാറി. ആ സമയത്ത് അന്തരീക്ഷത്തിലുണ്ടായിരുന്ന സോഡിയവും ക്ലോറൈഡും ഒരുമിച്ച് ചേർന്ന് സോഡിയം ക്ലോറൈഡ് ആവുകയും അത് വെള്ളത്തിൽ അലിഞ്ഞു ചേരുകയും ചെയ്തിട്ടാണ് കടലില് ഉപ്പുണ്ടായത്. അത് കിട്ടുവാണ്, അവിടെ ആകെ ഇടിയും ഉണ്ട്. സ്റ്റാറുകൾ പൊട്ടിത്തെറിക്കുന്നുണ്ടല്ലോ, സണ്ണൊരു സ്റ്റാർ അല്ലേ, അപ്പൊ സ്റ്റാർ എന്താ പൊട്ടിത്തെറിക്കാത്തെന്നാണ് ചോദിച്ചത്. ആരാ ചോദിച്ചത്? പേര് ദേവഭദ്ര ചോദിച്ച ചോദ്യം, എന്താണ് സൺ പൊട്ടിത്തെറിക്കാത്തത് എന്നാണ് ചോദിച്ചത്. സൺ പൊട്ടിത്തെറിക്കുന്നുണ്ട്, നിറയെ പൊട്ടിത്തെറികൾ ഉണ്ടാവുന്നുണ്ട്. ഓരോ ദിവസവും 100 കണക്കിന് പൊട്ടിത്തെറികൾ സൂര്യനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഫലമായിട്ടാണ് അവിടുന്ന് ചൂടും വെളിച്ചവും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ എന്റെ പേര് ആ കൃഷ്ണ ചോദിച്ചൊരു ചോദ്യം ഉണ്ട്, രസമുള്ള ചോദ്യമാണ്. ഈ മഴവില്ലില് എങ്ങനെയാണ് 7 നിറം ഉണ്ടായത് എന്താ ചോദിച്ചത്. ഒരു നിറമേ ഉള്ളൂ, മാത്രമേ ഉള്ളൂ. ആ ആണല്ലേ, നോക്കട്ടെ, നമുക്ക് ആൾക്കാരുടെ ഉത്തരം അറിയാൻ നോക്കാം. ആൾക്കാർ അറിയോ എന്തുകൊണ്ടാണ് മഴവില്ലിന് 7 നിറം ഉണ്ടായത്? എന്തുകൊണ്ടാ? റിഫ്ലക്ഷനാ? ആ ചോദ്യം ചോദിച്ച ആളാരാ? ആ കൃഷ്ണ. കൃഷ്ണനെന്നോ നമ്മൾ പ്രസം എന്ന് പറഞ്ഞ സാധനമുണ്ട്, കണ്ടിട്ടുണ്ടോ? പ്രസം ലാബിൽ കണ്ടോ പ്രസം എന്ന് പറയുന്ന സാധനം? ആ അപ്പൊ ടീച്ചറോട് പറയാം പ്രസം ഒന്ന് എടുക്കാൻ പറയാം. പ്രസത്തിനകത്തേക്ക് നമ്മൾ വെള്ള വെളിച്ചം അതൊക്കെ അടിച്ചാൽ പുറത്തേക്ക് 7 നിറം വരും. കാരണം വെള്ള വെളിച്ചത്തിന് ഉള്ളിൽ 7 വ്യത്യസ്ത നിറങ്ങളുണ്ട്. 7 വ്യത്യസ്ത നിറം എന്ന് പറഞ്ഞാൽ 7 വ്യത്യസ്ത തരംഗ ദൈർഘ്യമാണ്. നമ്മൾ കാണുന്ന വെള്ള വെളിച്ചത്തിന്റെ ഉള്ളിൽ തന്നെ ഒത്തിരി വേവുകളുണ്ട്. ആ വേവുകളുടെ ഒക്കെ തരംഗ ദൈർഘ്യം വ്യത്യാസമാണ്. ചിലത് ഇങ്ങനെ അടുത്തടുത്തടുത്തത് ഇങ്ങനെ പോണവരുണ്ട്, ചിലത് ഇങ്ങനെ പോണവരുണ്ട്. അപ്പൊ അങ്ങനെ വ്യത്യസ്ത തരംഗ ദൈർഘ്യമുള്ള. അപ്പൊ ഇത് പ്രസവത്തിനകത്തൂടെ കയറി പുറത്തു വരുമ്പോഴേക്കും ഇവര് ഈ തരംഗ ദൈർഘ്യം അനുസരിച്ച് ഇവര് വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ 7 വ്യത്യസ്ത വേവ് ലെങ്ത്തുകളാണ്. ആ വ്യത്യസ്ത വേവ് ലെങ്ത്തുകളെയാണ് നമ്മൾ നിറമായിട്ട് മനസ്സിലാക്കുന്നത്. അത് കാരണം എന്താ വെച്ചാൽ മഴ പെയ്ത് കഴിയുമ്പോൾ അന്തരീക്ഷത്തിലുള്ള മഴത്തുള്ളികൾ ഈ പ്രിസം പോലെ പ്രവർത്തിക്കും. ആ മഴത്തുള്ളിക്ക് അകത്തൂടെ കയറി പുറത്തേക്ക് ഇറക്കുമ്പോൾ 7 വ്യത്യസ്ത വേവ് ലെങ്ത്തുകൾ പുറത്തു വരും. അതുകൊണ്ടാണ്. എങ്ങനെ? ആ ഉറക്കെ പറയും. ഭൂമിയില് അപകടകരമായ
ആ ഭൂമിയിൽ അപകടകരമായിട്ടുള്ള ബാക്ടീരിയ ഫംഗസ് ഏതാണെന്നാണ് ചോദിച്ചത്. ധാരാളം ബാക്ടീരിയ ഉണ്ട്, ഫംഗസ് ഉണ്ട്. നമ്മൾ അപകടകരം എന്ന് വിളിക്കുന്നതിന്റെ കാരണം നമുക്ക് അസുഖം ഉണ്ടാക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ധാരാളം ഉണ്ട്, കുറെ എണ്ണുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, അപകടകരമായിട്ടുള്ള ബാക്ടീരിയേക്കാളും അപകടമായിട്ടുള്ള ഫംഗസിനേക്കാളും ഒത്തിരി ഒത്തിരി കൂടുതൽ നമുക്ക് ഉപകാരം ചെയ്യുന്ന ബാക്ടീരിയ ഫംഗസുമാണ്. ഇപ്പൊ സാൽമണല്ല, ഷിഗല്ല പോലെയുള്ള ബാക്ടീരിയ നമുക്ക് അസുഖം ഉണ്ടാക്കുന്നവരാണ്. പക്ഷെ വേറെ ഇപ്പൊ ധാരാളം ബാക്ടീരിയ നമുക്ക് ആവശ്യമാണ് ജീവിക്കാനായിട്ട്. ഒരു മിനിറ്റ് പറയാം എങ്ങനെ കേട്ടു. ബ്രെയിൻ എന്ന് പറയുന്നത് ബേസിക്കലി സർക്യൂട്ട്സ് ആണ്, കുറെ കണക്ഷൻസ് ഉള്ള സംഭവമാണ്. ആ കണക്ഷൻസ് ഓഫായി പോയാൽ പിന്നെ കിട്ടൂല. പക്ഷെ അത് ലൈവായിട്ട് നിൽക്കാവുന്ന അവസ്ഥയാണെങ്കിൽ നമുക്ക് റിക്കോൾ ചെയ്യാൻ പറ്റും. തിയററ്റിക്കലി പോസിബിൾ ആണ്, പക്ഷേ ഇതുവരെ നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ, ടൈം ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റിനേക്കാളും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കണം. ലൈറ്റിനേക്കാൾ വേഗത്തിൽ ഇതുവരെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റിയിട്ടില്ല. ഏതൊരു വസ്തുവിനും സഞ്ചരിക്കാവുന്ന മാക്സിമം സ്പീഡാണ് ലൈറ്റിന്റെ സ്പീഡ്. എന്റെ പേര് ഭവിത. ഭവിത ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ആർക്കെങ്കിലും അറിയോ? ഒന്ന് ചോദിച്ചത് എങ്ങനെയാണ് അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചത്. ഭൂമിയുടെ ഉള്ളില്, ഭൂമിയുടെ അകത്ത്, പുറത്തുള്ള ഭാഗമൊക്കെ നമ്മൾ ഉറച്ചു. പക്ഷെ ഉള്ളിൽ ഇപ്പോഴും ഭയങ്കര ചൂടുള്ള ദ്രാവകം ഉണ്ട്. അത് ഭയങ്കര പ്രഷർ കൂടിയിട്ട് ചില സ്ഥലത്തൂടെ അത് പൊട്ടി പുറത്ത് ലാവ പൊട്ടി വരും. അതിനാണ് നമ്മൾ അഗ്നിപർവ്വതം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. നമുക്ക് നോക്കാം, പറ്റേണ്ടതാണ്. ഇതുവരെ പറ്റിയിട്ടില്ല, പക്ഷെ അങ്ങനെ പറ്റും. സ്മോൾ പോക്സ് നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. അത് മേഘങ്ങളില് വെള്ളത്തിന്റെ അംശം കൂടുന്ന സമയത്ത് അതിനകത്തൂടെ വെളിച്ചത്തിന് കടന്നു പോകാൻ പറ്റാതാവും. അപ്പൊ അങ്ങനെ വെളിച്ചത്തിന് കടന്നു പോകാൻ പറ്റാതാവുന്ന സമയത്ത് അത് ഡാർക്കായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് മേഘങ്ങൾ ഇരുണ്ട നിറമായിട്ട് കാണുന്നത്. വാട്ടർ വേപ്പറിന്റെ അളവ് കൂടിയതുകൊണ്ടാവും. ഉറക്കെ പറ. ഇടിവെട്ടുണ്ടാവുമ്പോ എന്ത്? എന്താ പേര്? ധ്വനി ചോദിച്ച ചോദ്യം ഇതാ. ഇടിമിന്നലിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ധ്വനി ചോദിച്ചാൽ എന്താ വെച്ചാൽ, ഇടിമിന്നൽ ഉണ്ടാവുമ്പോ നമ്മുടെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളൊക്കെ കേടാവുന്നത് എന്തുകൊണ്ടാണെന്നാണ്. നമ്മുടെ ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം ഒരു പ്രത്യേക 230 വാട്ട്സ് കറണ്ട് ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കാനായിട്ട് രീതിയിൽ ഡിസൈൻ ചെയ്തതാണ്. പക്ഷെ ഇടിമിന്നുന്ന സമയത്ത് ലൈനിലൂടെ അതിനേക്കാൾ ഒത്തിരി കൂടുതൽ വൈദ്യുതി വരിക. അത്രയും വൈദ്യുതി ഹാൻഡിൽ ചെയ്യാനായിട്ട് ആ ഉപകരണത്തിന് പറ്റില്ല. അതുകൊണ്ടാണ് അത് കേടായി പോകുന്നത്. ഓക്കെ, വരും. ദേവനെ ചോദിച്ചൊരു രസമുള്ള ചോദ്യമുണ്ട്. നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ മാത്രം പോരാ, ആളുകൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനും കൂടി ശ്രമിക്കണം. ദേവനെ ചോദിച്ച രസമുള്ളൊരു ചോദ്യമുണ്ട്. ചോദിച്ച ഇതാണ്, ഈ ക്ലോക്ക് കണ്ടുപിടിച്ച ആളുണ്ടല്ലോ, ക്ലോക്ക് കണ്ടുപിടിച്ച ആൾക്ക് എങ്ങനെയാ മനസ്സിലായത് അപ്പോഴത്തെ സമയം? അല്ല, അതല്ലേ ചോദ്യം. ഒരാൾ ക്ലോക്ക് കണ്ടുപിടിച്ചു, സമയം ശരിയാക്കണ്ടേ? അപ്പൊ ആൾക്ക് അപ്പോഴത്തെ സമയം ഏതാണെന്ന് എങ്ങനെയാ മനസ്സിലായേ? പറയട്ടെ, നമ്മൾ സമയം കണ്ടെത്തുന്നത് സൂര്യനെ നോക്കിയിട്ടാണ്. സൂര്യന്റെ പ്രകാശം നോക്കിയിട്ട്, സൂര്യൻ പ്രകാശം വരുന്ന സമയം നോക്കിയിട്ട്, സൂര്യന്റെ പൊസിഷൻ നോക്കിയിട്ടാണ് നമ്മൾ സമയം തീരുമാനിക്കുക. അപ്പൊ ഭൂമിയുടെ നേരെ മുകളിൽ സൂര്യൻ വരുന്ന സമയത്തെയാണ് നമ്മൾ 12 മണി അത് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, കേട്ടില്ല. കറൻസി അത് എന്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യ?
ആ എന്താ കറന്റ് പിടിയില്ല. ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഏതൊരു അവിടെ എഞ്ചിനീയറിംഗ് ശാസ്ത്രജ്ഞർ എന്ത് കണ്ടുപിടുത്തം അവിടെ ചെയ്യുന്നത്? ഓക്കെ, ചോദിച്ച ചോദ്യം എന്റെ പേര് ആരോ ചോദിച്ച ചോദ്യം, ഈ കാടിനെ കുറിച്ച് പഠിക്കുന്ന ആളുകള് എന്തൊക്കെയാ കണ്ടുപിടിക്കുന്നത് എന്നൊക്കെയാ ചോദിക്കുന്നത്. നമ്മൾ ഏകദേശം 14 വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അത് മരങ്ങളെ കുറിച്ച് പഠിക്കുന്നവരുണ്ട്, വന്യജീവികളെ കുറിച്ച് പഠിക്കുന്നവരുണ്ട്, മണ്ണിനെ കുറിച്ച് പഠിക്കുന്നവരുണ്ട്, ചെടികളെ കുറിച്ച് പഠിക്കുന്നവരുണ്ട്, ഷട്ടറുകളെ കുറിച്ച് പഠിക്കുന്നവരുണ്ട്, സൂക്ഷ്മജീവികളെ കുറിച്ച് പഠിക്കുന്നവരുണ്ട്. അവരെല്ലാവരും ഒന്ന് അവരാരൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു, കാട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് നമ്മൾ കണക്കാക്കാം. പിന്നെ മറ്റൊന്ന് അതിനെ കൊണ്ട് നമുക്ക് ഉപയോഗം എന്താണ്. ഇങ്ങനെ 2 കാര്യങ്ങളാണ് അവിടെ പഠിക്കുന്നത്. ഓക്കെ, ഒരു മിനിറ്റ് ഇതാ വരുള്ളൂ. ആ എന്താ പേര്? ആദിദേവ്. ആദിദേവ് ചോദിച്ച ചോദ്യം ഭൂമി കുലുക്കം എങ്ങനെ ഉണ്ടാവുന്നതാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഈ ഭൂമിയിൽ നിങ്ങൾ മാപ്പ് കണ്ടിട്ടില്ലേ? ഭൂമിന്റെ മാപ്പ് പല കോണ്ടിനെന്റ്സുള്ള ഭൂഖണ്ഡങ്ങൾ, ഏഷ്യ, അമേരിക്ക, ഇതെല്ലാം പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, പതുക്കെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ വിളിക്കുന്ന പേര് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് എന്നാണ്. നമ്മൾ നിൽക്കുന്നത് ഇന്ത്യൻ പ്ലേറ്റ് ആണ്. ഇന്ത്യൻ പ്ലേറ്റ് പതുക്കെ നീങ്ങുന്നുണ്ട്. ഈ നീങ്ങുന്നത് നമുക്ക് അറിയാത്തതിന്റെ കാരണം അത് നീങ്ങുന്നത് വളരെ വളരെ പതുക്കെയാണെന്നുള്ളതാണ്. ഒരു മിനിറ്റ്. അപ്പൊ അതുകൊണ്ട് ഒരു പ്ലേറ്റ് പോയിട്ട് മറ്റൊരു പ്ലേറ്റുമായിട്ട് ഇടിക്കുന്ന സമയത്താണ് ഭൂമി കുലുക്കം ഉണ്ടാവുന്നത്. ഓക്കെ, ഒരു പ്ലേറ്റ് പോയിട്ട് മറ്റേ പ്ലേറ്റിലേക്ക്, ചൈനീസ് പ്ലേറ്റിലേക്ക് പോയിട്ട് നമ്മൾ പ്ലേറ്റ് ഇടിച്ചപ്പോൾ ഒന്ന് താഴേക്ക് പോയി, മറ്റൊരു പൊങ്ങി. അതെ, ആദ്യം ആൽഗെ. ഒരു മിനിറ്റ്. ഏതാ എന്താണ് പേര്? ദൈവകൃഷ്ണ. ദൈവകൃഷ്ണ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്, ഈ ഓറഞ്ച് അലേർട്ടും റെഡ് അലേർട്ടും എങ്ങനെയാണ് അറിയുക? എങ്ങനെ അറിയാം? അല്ലല്ല, ഓറഞ്ച് അലേർട്ടും റെഡ് അലേർട്ടും നമ്മൾ അറിയുന്നത് പത്രം വായിച്ചിട്ടാണ്. പത്രം വായിച്ചിട്ടാണ് അറിയുന്നത്. പത്രം വായിച്ചിട്ടാണ് അറിയാം ഓറഞ്ച് അലേർട്ടാണോ റെഡ് അലേർട്ടാണോ എന്നുള്ളത്. അത് മുന്നറിയിപ്പാണ്. ഇനി വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ചുള്ള പറച്ചിലാണ്. അപ്പൊ നമ്മൾ കണ്ടിട്ടല്ല അറിയാം, ആ പ്രവചനം നമ്മൾ മനസ്സിലാക്കാതെ ചെയ്യാം. ഒരു മിനിറ്റ്. സ്പേസില് ചോദിച്ച ചോദ്യം ഇതാണ്, സ്പേസിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇരുട്ട്? സ്പേസിൽ എപ്പോഴും ഇരുട്ടല്ല, പ്രകാശമുണ്ട്. പക്ഷെ നമുക്ക് ആ പ്രകാശം ഇങ്ങോട്ടൊക്കെ എത്തില്ലാന്നേ ഉള്ളൂ. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു മിനിറ്റ്, പുതിയതായിട്ട് ചോദ്യം. ഒരു ഏത് ഫോണാണ്? ലാൻഡ് ഫോണാണോ മൊബൈലാണോ? ലാൻഡ് ഫോൺ മൊബൈൽ 2 രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. മൊബൈൽ ഫോൺ പ്രവർത്തിക്കുന്നത് വെച്ചാൽ എൻ്റെ കയ്യിലൊരു മൊബൈൽ എടുത്തിട്ട് ഞാൻ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ ആ ഫോണിൽ നിന്നുള്ള തരങ്ങൾ ഏറ്റവും അടുത്തുള്ള ടവറിലേക്കാണ് പോവുക. ആ ടവറിൽ നിന്ന് അത് നേരെ ഉപഗ്രഹത്തിലേക്കാണ് പോവുക. അതിനുശേഷം അത് ആ നമ്പറിന്റെ കോഡ് അനുസരിച്ചിട്ട് അടുത്ത ടവറിലേക്ക് അത് തിരിച്ചെത്തും. ആ ടവറിൽ നിന്നാണ് പിന്നെ അടുത്ത ആളുടെ ഫോണിലേക്ക് പോകും. ഒരു മിനിറ്റ്, ആദ്യം പുതിയ ചോദ്യങ്ങൾ. ഒരു മിനിറ്റ്. അതിപ്പോഴും തണുത്തിട്ടില്ല, ഇപ്പോഴും ഭയങ്കര ചൂടാണ്. ഒരു കാലത്ത് മൊത്തം ചൂടായിരുന്നു, മുകളിലൊക്കെ തണുത്ത്, ഉള്ളിൽ തണുത്തിട്ടില്ല. അത് ഈ ഭൂമി ഉണ്ടാവുന്ന സമയത്ത് ഇത് വാതകമായിരുന്ന ഒരു വസ്തു നമ്മുടെ ഒരുമിച്ച് ചേർന്ന് അത് ജലമായി, അതിനുശേഷം ഖര രൂപത്തിലാവുന്ന സമയത്ത് എല്ലാം ഒരേപോലെ ആയിരുന്നില്ല. പിന്നെ സഹ്യപർവ്വതം ഉണ്ടായതും ഹിമാലയ പർവ്വതമൊക്കെ ഉണ്ടായത് താഴേന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ പ്ലേറ്റുകൾ മൂവ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, ഒരു പ്ലേറ്റ് പോയിട്ട് മറ്റേ പ്ലേറ്റ് അടിയിലേക്ക് പോകുന്ന സമയത്ത് ഈ പ്ലേറ്റ് തന്നെ കയറി വരും. അങ്ങനെയാണ് ഹിമാലയ ഉണ്ടായിരുന്നത്. പല മലകളും അങ്ങനെയാണ് ഉണ്ടാവുക. സൂര്യൻ
ആ അതിനകത്തേക്ക് പുതിയ പുതിയ അഡീഷൻസ് വന്നിട്ടാ. ഉറക്കെ പറയും. ആ എന്താ ഇയാളുടെ പേര്? നവീൻ ചോദിച്ചൊരു രസമുള്ള ചോദ്യമുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് അതിന് ഉത്തരം പറയാൻ വേണം. നവീൻ ചോദിച്ച ചോദ്യം ഇതാണ്: നനഞ്ഞ പേപ്പർ കീറുമ്പോ എന്താ ശബ്ദം ഉണ്ടാവാത്തതെന്നാണ് ചോദിച്ചത്. ആ സോഫ്റ്റ് ആയിരുന്നോ? പപ്പടം. ആ പറ. ആ ആ ആ ആ എന്താണ് പേര്? ദേവന്തു. ദേവന്തൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ചോദ്യം ചോദിച്ച ആളവിടെ? ചോദ്യം ചോദിച്ച ആളവിടെ? ആ നവീൻ. അത് നവീൻ ഒന്ന് പറഞ്ഞു കൊടുക്ക്. നവീൻ ആ ഉത്തരം ഒന്ന് പറഞ്ഞു കൊടുക്ക്. നമ്മൾ കീറുന്ന സമയത്ത് ശബ്ദം ഉണ്ടാവാന്നുള്ളത് അതിൽ നിന്നൊരു ഊർജ്ജം പുറത്തു വരണമെന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ കീറുന്ന സമയത്ത് ശബ്ദം കേൾക്കുന്ന ശബ്ദം എന്ന് പറയുന്ന ഒരു ഊർജ്ജത്തിലേക്ക് ആ കീറുന്ന സമയത്തുള്ള ഊർജ്ജത്തെ ശബ്ദമായിട്ട് മാറി, അതുകൊണ്ടാണ് നമ്മളത് കേൾക്കുന്നത്. പക്ഷെ നനഞ്ഞു കഴിയുമ്പോൾ ആ ഊർജ്ജം ശബ്ദമായിട്ടല്ല മാറുന്നത്, ശബ്ദമായിട്ടുള്ള ഊർജ്ജമായിട്ട് അത് മാറുന്നില്ല. അത് അതിനെ തന്നെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ അതിന്റെ ഫിസിക്കൽ ടെക്സ്ചറിൽ മാറ്റം വന്നിട്ടുണ്ട്. അത് കൂടുതൽ ബ്രിട്ട് അല്ലാതാവുന്നു, തമ്മിൽ ഒട്ടിപ്പോകുന്നു. അപ്പൊ ആ ശബ്ദം ഊർജ്ജം കൊണ്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല. അതാണ് അതിന്റെ കാരണം. ആ അതെ. ആ ആ ആ ഉവ്വ ആ ആ അതൊരു പ്രിൻസിപ്പിളാണ് ഫിസിക്സിലെ. അത് പറയണമെന്ന് വെച്ചാൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയും. അതായത് ഫിസിക്സ് പറയണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു വസ്തുവിന്റെ സ്ഥലവും വേഗതയും രണ്ടും ഒരേ സമയം പറയാൻ പറ്റില്ല എന്നാണ്. ഒന്നുകിൽ നമുക്ക് വേഗത പറയാം, അതല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലം പറയാം. ഇത് രണ്ടും ഒരുമിച്ച് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഫിസിക്സിലെ ഒരു തിയറി. അതാണ് അതിന്റെ കാരണം. നമുക്ക് രണ്ടും ഒരുമിച്ച് പറയാൻ പറ്റില്ല, ഏതെങ്കിലും ഒന്നേ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ സാധ്യതയെ കുറിച്ച് പറയുന്നത്. പഠിക്കാം. അത് തന്നെയാണ് പ്രശ്നം. അതാണ് ഏതാ അറിയില്ല, നമ്മൾ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. എത്ര ബാക്ടീരിയ ഉണ്ടെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. ചോദ്യം എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ മൊബൈലിൽ ഫ്ലൈറ്റ് മോഡ് ഇടുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. അത് കാരണം എന്താ വെച്ചാൽ ഈ പ്ലെയിനിൽ കുറേ സംവിധാനങ്ങളുണ്ട്, അതിന്റെ ഇലക്ട്രോണിക് സർക്യൂട്ട് ഉണ്ട്. ആ സർക്യൂട്ടിന് നമ്മുടെ ഫോൺ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് കാരണം പ്ലെയിനിന് താഴെയുള്ള എയർപോർട്ടുമായിട്ട് ബന്ധപ്പെടണം. അവിടെ നിന്നുള്ള കുറേ സിഗ്നൽസ് താഴേക്ക് പോകുന്നുണ്ട്, മറ്റ് പ്ലെയിനുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഫോൺ എയർപ്ലെയിൻ മോഡിലാക്കാനായിട്ട് പറയുന്നത്. ഒരു മിനിറ്റ്, ഇവിടെ കുറേ ചോദ്യമുണ്ട്. ഒരു മിനിറ്റ് ഓക്കെ പറ. എന്താ പേര്? ഐഷ ചോദ്യം എങ്ങനെയാണ് മേഘങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. ചൂട് വരുന്നു, അർദ്ധക്കടലിൽ വെള്ളം ചൂടാവുന്നു, നീരാവി ആവുന്നു, നീരാവി മുകളിലേക്ക് പോകുന്നു, ആ മുകളിലേക്ക് പോയിട്ട് കാറ്റടിച്ചിട്ട് പറന്നു വരുന്നു. അതിനാണ് നമ്മൾ മേഘം എന്ന് പറയാം. മഴയിൽ തട്ടുന്നു, തണുക്കുന്നു, പെയ്യുന്നു, അങ്ങനെയാണ്. ഒരു മിനിറ്റ് ഇവിടെ അത് മാറ്റത്തെ മേഘങ്ങൾ ഉണ്ടാവും തോന്നുന്ന സമയത്താണ്. ഇല്ല.
ഷേപ്പാണ്. ആ നമ്മൾ ഏത് വസ്തുവും വളരെ ഫാസ്റ്റായിട്ട് മോൾഡബിൾ ആയിട്ടുള്ള ഏതൊരു വസ്തുവും വളരെ ഫാസ്റ്റായിട്ട് കറങ്ങുന്ന സമയത്ത് അത് ഉരുണ്ടതായി മാറും. അത് എഡ്ജസ് ഒക്കെ സ്മൂത്തൻ ചെയ്യപ്പെടും. അതുകൊണ്ടാണ് എല്ലാം റൗണ്ടായി മാറി. നമ്മളൊരു വസ്തു നമ്മളിപ്പോൾ ഒരു മാവ് കുഴച്ചിട്ട് വെള്ളം ചേർത്ത് കുഴച്ചിട്ട് വളരെ ഫാസ്റ്റായിട്ട് കറക്കിയാൽ അവസാനം സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബോളായിട്ട് മാറും. അതുകൊണ്ടാണ് പറയാം ഇല്ല ഇല്ല നമ്മള് ഗാലക്സി നമുക്ക് പുറത്തല്ല, നമ്മളൊരു ഗാലക്സിന്റെ ഉള്ളിലാണ്. മിൽക്കി വേ എന്ന് പറയുന്ന ഒരു ഗാലക്സിന്റെ ഉള്ളിലാണ് നമ്മളുള്ളത്. അതിന് ഉള്ളിലുള്ള ഒരു നക്ഷത്രമാണ് സൂര്യൻ. അതൊരു സാമാന്യ ഇടത്തരം വലിപ്പമുള്ളൊരു നക്ഷത്രമാണ്. അതിനേക്കാൾ വലിയ നക്ഷത്രങ്ങളുണ്ട്, ചെറുതുണ്ട്. അതിന്റെ ഉള്ളിൽ സൂര്യന്റെ ഒരു ഗ്രഹം മാത്രമാണ് ഭൂമി. നമുക്ക് നമ്മുടെ ഗാലക്സിന്റെ ഉള്ളിലാണ്, ഗാലക്സി നമുക്ക് പുറത്തല്ല. എന്താ ഇയാളുടെ പേര്? സനവിൽ. ഇയാളുടെ പേരെന്താ? ആദ്യത്തെയും സനവിലും ഒരുമിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തന്നെ പറയണം. ഒരു മിനിറ്റ്, ഈ ഉത്തരം ഒന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് ചോദിക്കാം. ഈ ചോദ്യം എന്താ വെച്ചാല്, കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായി? മുട്ട. കോഴി മുട്ട. ഓക്കെ. അപ്പോ ഞാൻ ചോദിക്കട്ടെ, കോഴി എന്നാണ് ഉത്തരം എന്നുള്ളവരൊന്ന് കൈവെക്കോ? ഓക്കെ, കൈ താത്തിക്കോ. ഇനി മുട്ടയാണെന്ന് ഉറപ്പുള്ളവർ കൈ വെക്കൂ. അപ്പൊ അത്ര തന്നെ എണ്ണം മുട്ടയുണ്ട് അല്ലെ? ആയിക്കോ, കൈ താത്തിക്കോ. അപ്പൊ ഈ കോഴിയാണെന്ന് പറയുന്ന ആളുകള് എന്താ കോഴിയെന്ന് പറയാൻ കാരണം? ഈ മുട്ടയാണെന്ന് പറയാനുള്ള കാരണം എന്താ? അപ്പൊ ഇവര് പറയുന്നത് മുട്ട വിരിഞ്ഞിട്ടല്ലേ കോഴി ഉണ്ടാവുന്നത്, അതുകൊണ്ട് മുട്ടയാണെന്നാണ് ഇവര് പറയുന്നത്. കോഴി ഇട്ടാലല്ലേ മുട്ട ഉണ്ടാവുള്ളൂ എന്നാണ് മറ്റുള്ളവർ പറയുന്നത്, അല്ലേ? ശരിയല്ലേ? ഉത്തരം ഞാൻ പറഞ്ഞോട്ടെ? അത് ശബ്ദം ഉണ്ടാക്കാതിരിക്കോ? ആരെങ്കിലും ഉത്തരം അറിയാം, ആരെങ്കിലും പറയുന്നത് ശ്രദ്ധിച്ചോ? അതെ, അങ്ങനെയുണ്ട്. അപ്പൊ എന്താ സംഭവം വെച്ചാല്, ഈ കോഴി എന്ന് പറയുന്ന ജീവിയും മറ്റു ജീവികളെയൊക്കെ വേറെ 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 സൃഷ്ടിച്ചെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നത്. അങ്ങനെയല്ല. കോഴി ഉണ്ടായത് നേരത്തെ ഇദ്ദേഹം പറഞ്ഞ പോലെ കോഴിക്ക് മുന്നേ ഉള്ളൊരു ജീവി എന്നാണ്. ഒരു കോഴിക്ക് മുന്നേ ഉള്ളൊരു ജീവി പരിണമിച്ചിട്ടാണ് കോഴിയായത്, അല്ലെ? ശരിയല്ലേ? അപ്പോ ആ വ്യത്യാസം, ഇത് പഴയ കോഴിയല്ല, പഴയ ജീവിയല്ല, ഇത് കോഴിയാണ് എന്ന് നമ്മൾ പറയുന്നത് മുട്ട കണ്ടിട്ടല്ല, മറിച്ച് കോഴിയെ കണ്ടിട്ടാണ്. കോഴിയിലെ ഭാഗങ്ങൾ കണ്ട കോഴിയിലാണ് ആ വ്യത്യാസം അറിയാം. ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ കോഴിയാണ് ഫീനോടൈപ്പ്, മുട്ട അതിന്റെ ജീനോടൈപ്പാണ്. അപ്പോൾ ഫീനോടൈപ്പിലാണ്. ഫീനോടൈപ്പ് വെച്ചാൽ ഞാനാണ് തന്നെ കാണുന്ന കാഴ്ച, ഇതാണ് എന്റെ ഫീനോടൈപ്പ്. അപ്പൊ എന്നെ കാണുമ്പോഴാണ് എനിക്ക് മുന്നേ ഉള്ളൊരു ജീവിയിൽ വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുക. അതുപോലെ കോഴിയെ കാണുമ്പോഴാണ് നമുക്ക് ആ വ്യത്യാസം തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് കോഴിയാണ് ആദ്യം ഉണ്ടായതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ശാസ്ത്രം ഒത്തിരി ദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ കോഴിയെ കാണേണ്ട ആവശ്യമില്ല, മുട്ടയിലുള്ള വ്യത്യാസം തന്നെ തിരിച്ചറിയാവുന്ന പോലെ ശാസ്ത്രം വളർന്നിട്ടുണ്ട്. അപ്പൊ മുട്ടയിലുള്ള വ്യത്യാസം തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിന് മോളിക്കുലർ ടാക്സോണമി എന്ന് പറയും. മോളിക്കുലർ ടാക്സോണമി ആണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ടയിൽ തന്നെയുള്ള വ്യത്യാസം തിരിച്ചറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മുട്ടയാണ് ഉണ്ടായെന്നും ഉത്തരം പറയാം. ആ കോഴിയല്ല, അതൊരു സ്പീഷീസ് ആണ്.
അല്ല. ആ അതെ, സ്പീഷീസ് ആണ്. ഓക്കെ. ആ ആ കൊടുകൈ. എന്താ പേര്? ആദിത്യ. ആദ്യത്തെ ചോദിച്ച രസമുള്ളൊരു ചോദ്യമല്ലേ? രസമുള്ളൊരു ചോദ്യം. ടീച്ചർ ശബ്ദം ഉണ്ടാക്കല്ലേ? ടീച്ചർമാര് വർത്താനം പറഞ്ഞു. ആ ആദ്യത്തെ ചോദിച്ച രസമുള്ളൊരു ചോദ്യമുണ്ട്. ആദ്യത്തെ ചോദിച്ച ചോദ്യം വളരെ നിഷ്കളങ്കായിട്ടുള്ള ചോദ്യമാണ്. ആദ്യത്തെ ചോദിച്ച ഒരാള് സൂര്യനിൽ നല്ല ചൂടുണ്ടാവുന്ന അല്ലെ? നമുക്ക് ചൂട് കിട്ടുന്ന സൂര്യനിൽ നിന്നല്ലേ? അപ്പൊ ആദ്യത്തെ സംശയം, ആദ്യത്തെ എവിടെ? ആ ഓക്കെ. അപ്പൊ ആദ്യത്തെ സംശയം, ഈ തണുപ്പ് എവിടെ ഉണ്ടാവുന്നത്? എവിടെ നിന്നാണ് തണുപ്പ് ഉണ്ടാവുന്നത്? ചൂടുണ്ടാവുന്നത് സൂര്യനിൽ നിന്നാണ്. തണുപ്പ് എവിടെ നിന്നുണ്ടാവുന്നത്? ആ ചന്ദ്രനിൽ. സംഭവം എന്ന് വെച്ചാല് ഈ ചൂട് തണുപ്പെന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളല്ല, ഒരേ കാര്യമാണ്. ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ എന്ന് പറയുന്ന സാധനമാണ്. അത് നമുക്ക് അളക്കാം. ടെമ്പറേച്ചർ ഇങ്ങനെ കൂടിക്കൂടി പോകുന്ന സമയത്ത് നമ്മൾ ചൂടെന്ന് പറയും. അത് കുറഞ്ഞു വരുന്ന സമയത്ത് തണുപ്പാണെന്ന് പറയും. ഇത് രണ്ടും ഒരേ സാധനമാണ്, രണ്ടും വേറെ വേറെ സംഭവമല്ല. പകല് സൂര്യനുള്ള സമയത്ത് ടെമ്പറേച്ചർ കൂടിക്കൂടി പോകും. സൂര്യൻ അപ്പുറത്തെ സൈഡിൽ പോയി കഴിഞ്ഞാൽ ചൂട് കുറഞ്ഞു വരും. ഇത് ഒരേ സ്കെയിലിൽ നമ്മൾ അളക്കുന്ന ഒരു വസ്തുവാണ് ചൂട്. അതായത് തണുപ്പ് വേറെ ചൂട് വേറെ അങ്ങനെയല്ല. മനസ്സിലായോ? അത് ഒരു മിനിറ്റ്. ആദ്യം സൂര്യനാണ്ടേ. അത് നമ്മൾ നോക്കിട്ട് പറയാം. അത് പുള്ളി ചോദിച്ച ചോദ്യം ഇതാണ്, കോഴിയാണ് ആദ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോഴി നമ്മൾ പറയുകയാണെങ്കിൽ അതിന് മുന്നേ ഉള്ള ജീവി ഏതാണ്? ആ അതിന് മുന്നേ ധാരാളം ചെടികളുണ്ട്. നമ്മളിന്ന് കാട്ടി കാണുന്ന രണ്ട് സ്പീഷീസായി മാറിയ കോഴിയില് ഇപ്പൊ അതിന് തൊട്ട് മുന്നേ ജീവി കാട്ടിൽ ഇപ്പോഴും കാണുന്നൊരു കോഴിയാണ്. നമ്മൾ അതിന്റെ പേര് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന കാട്ടുകോഴി എന്നാണ്. ജംഗിൾ ഫൗൾ എന്ന് വിളിക്കും. ജംഗിൾ ഫൗൾ. ഞാൻ പുള്ളിക്ക് വേണ്ടി ഉത്തരം പറഞ്ഞ. എന്താണ് പേര്? കൃഷ്ണ ചോദിച്ച ചോദ്യം ഉണ്ട്, ഒരു വിത്ത് മുളച്ചിട്ട് ചെടി ഉണ്ടാവാണ്. എന്നിട്ട് അത് വലുതായി കഴിയുമ്പോ അതിലുണ്ടാവുന്ന ഫ്രൂട്ടിന്റെ ഉള്ളിൽ പിന്നെയും വിത്ത് ഉണ്ടാവാണ്. അതെങ്ങനെ ഉണ്ടാവുന്ന? അത് ചോദ്യം. വിത്ത് എന്നൊരു ചെടി ഉണ്ടായി. ആ ചെടി വളർന്ന് വലുതായി കഴിഞ്ഞപ്പോ അതുണ്ടായിട്ടുള്ള ഫലത്തിന്റെ ഉള്ളിൽ ഒരു വിത്ത്. അതെങ്ങനെ വിത്തല്ല? അപ്പൊ അതിന്റെ ഉള്ളില്, ആ വിത്തിന്റെ ഉള്ളിൽ ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. DNA എന്ന് പറയുന്ന ഒരു തന്മാത്രയിലാണ് അത് ശേഖരിച്ചു വെച്ചിട്ടുള്ളത്. ഈ DNA ഓരോ സമയത്തും ആ ചെടി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും. അത് വരുന്ന സമയത്ത് അതിൽ ഫലങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനകത്ത് എങ്ങനെയാണ് കായ ഉണ്ടാവേണ്ടത്, വിത്ത് ഉണ്ടാവുന്നത് എന്നുള്ള വിവരങ്ങൾ മുഴുവൻ ഈ വിത്തിനകത്ത് ശേഖരിച്ചു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ പുതിയ വിത്ത് ഉണ്ടാക്കിക്കൊണ്ടാണ് അത് പ്രജനനം നടത്തുക, റീപ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ. കാറ്റടിച്ചിട്ട് അത് അവിടെയുള്ള കത്തുന്ന, അത് ഇപ്പോഴും നല്ല ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള മൂലകങ്ങളുടെ നിറം അനുസരിച്ചിട്ട് നിറം മാറും. സ്റ്റാർസിന്റെ നിറങ്ങൾ മാറും. ചില നമുക്ക് നീലയായി തോന്നും, നല്ല തൂവെള്ളയായി തോന്നും. അത് അവിടെ അതിനകത്തുള്ള ഏതൊക്കെ മൂലകങ്ങളിലാണ് കൂടുതലുള്ളത് അനുസരിച്ചിട്ടാണ് നിറം മാറുക. കഴിഞ്ഞ അതൊരു കുഴഞ്ഞ ചോദ്യമാണല്ലോ. ഒരു ചോദ്യം, എനിക്ക് ഉത്തരം അറിയില്ല, നിങ്ങൾക്ക് ഒക്കെ അറിയെങ്കിൽ പറയാം. ചോദ്യം ചോദിച്ചത് ഇതാണ്, ലോകത്ത് ആദ്യം ഉണ്ടായ പൂ ഏതാണെന്നാണ് ചോദിച്ചത്. ആദ്യമായിട്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഉണ്ടാവുന്ന ചെടികളിൽ പൂക്കൾ ഉണ്ടായിരുന്നില്ല.
അതിനുശേഷം അത് പരിണമിച്ചിട്ടാണ് പൂവുകൾ ഉണ്ടാവാൻ തുടങ്ങിയത്. ആ ചെടി ഇപ്പോൾ ഉണ്ടാവണമെന്നില്ല, അത് നശിച്ചു പോയിട്ടുണ്ടാവാം. പക്ഷെ അതിന്റെ പേര് അറിയില്ല. ഞാൻ നോക്കാം, നോക്കിയിട്ട് അറിയിക്കാം. ഓക്കെ. രണ്ട് തരത്തിലുള്ള ശക്തിയാണ്. അപ്പൊ അതിന്റെ താപനില കുറഞ്ഞു പോകും, അതുകൊണ്ടാണ് അത് കരുതുക. എവിടെ? ചോദ്യം ഇതാണ്, ഹിരോഷിമയില് ബോംബിട്ട സമയത്ത് അവിടെ ഒരു പൂവ് വിരിഞ്ഞല്ലോ, അതെന്തുകൊണ്ടാണെന്നാ ചോദിച്ചത് അല്ലെ? അത് പൂവല്ല, അത് ആറ്റം ബോംബ് ഇടുന്നത് നമ്മൾ മറ്റു ബോംബ് ഇടുന്നതിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് പ്ലെയിനിൽ നിന്ന് വിടുന്ന സമയത്ത് തന്നെ പൊട്ടൂല. അത് താഴെ വെച്ചിട്ട് ഏത് ലെവലിൽ എത്തുമ്പോൾ പൊട്ടാമെന്നുള്ളത് പ്ലെയിനിൽ ഇരുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് പൊട്ടുന്ന സമയത്തുണ്ടായ ആ പൊട്ടലിന്റെ ചിത്രമാണ് നമ്മൾ കണ്ടത്. അതാണ് പൂവായിട്ട് വിരിഞ്ഞ പോലെ നമ്മൾ കാണുന്നത്. അതൊരു പൂവേ അല്ല കേട്ടോ. മനുഷ്യൻ തന്നെ, ധാരാളം മനുഷ്യർ ഒരുമിച്ച് ചേർന്ന് കണ്ടുപിടിച്ചൊരു പ്രസ്ഥാനമാണ് ശാസ്ത്രം. വെളിച്ചുണ്ട്, നക്ഷത്രങ്ങളിലെ വെളിച്ചുണ്ട്, പല സ്ഥലത്തും വെളിച്ചുണ്ട്. വെളിച്ചം എത്താത്ത സ്ഥലങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. യൂണിവേഴ്സ് ഉണ്ടായത് ബിഗ് ബാങ്ങിൽ നിന്നാണ്, ഗംഭീരമായിട്ടുള്ളൊരു പൊട്ടിത്തെറിയിൽ നിന്നാണ് ബിഗ് ബാങ് ഉണ്ടായത്. അത് ഡെൻസിറ്റി കൂടുമ്പോൾ, ഇപ്പൊ ഭൂമിക്ക് ഒരു പ്രത്യേക ഡെൻസിറ്റി ഉണ്ട്, അതുകൊണ്ട് ഗ്രാവിറ്റി ഉണ്ട്, അതങ്ങനെ വലിച്ചെടുക്കും. ഈ മാസം കൂടുകയാണെങ്കിൽ ഗ്രാവിറ്റി ഭയങ്കരമായിട്ട് കൂടും. മാസം കുറേ മാസമായി കഴിഞ്ഞാൽ അത് ഗ്രാവിറ്റി കൂടി 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 അവിടെ നിന്ന് ഒന്നിനും പുറത്തേക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയെത്തും. അപ്പൊ നമ്മൾ ബ്ലാക്ക് ഹോൾ എന്ന് വിളിക്കും. പെട്ടെന്ന് നിന്നാലോ? അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണവേണി ചോദിച്ചൊരു രസമുള്ള ചോദ്യമുണ്ട്, ഭയങ്കര അപകടം പിടിച്ച ചോദ്യം. അത് ചോദ്യം ശരിക്കും കേൾക്കാം. കൃഷ്ണവേണി ചോദിച്ചത്, ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് നിന്നുപോയ എന്ത് സംഭവിക്കുന്ന ചോദിച്ചു. നമ്മളൊക്കെ തെറിച്ചു പോകും അല്ലെ? നമ്മൾ ബസ്സൊക്കെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യണ പോലെ നമ്മളെല്ലാവരും തെറിച്ചു പോകും അല്ലേ? ഒന്നും നോക്കാതെ ഡെൻസിറ്റി പോയപ്പോ തിരിച്ചു വരാൻ പറ്റൂല, പെട്ടു. അല്ല ഒരു പറ്റി ഇതിന് തീരുമാനമാക്കട്ടെ. അപ്പൊ ഉത്തരം കിട്ടിയ നിന്ന് പോയി കഴിഞ്ഞാല് പിന്നെ രാത്രി പകലുണ്ടാവില്ല, നമുക്ക് ജീവിക്കാൻ പറ്റൂല, ഊർജം കിട്ടാനാവും. മാത്രമല്ല ഈ കറങ്ങുന്നതുകൊണ്ടാണ് നമ്മൾ പോയിട്ട് സൂര്യനിൽ വീഴാതിരിക്കുന്നത്. കറക്കം നിന്ന് കഴിഞ്ഞാൽ നേരെ പോയിട്ട് സൂര്യനിൽ പോയിട്ട് വീഴുകയും മൊത്തം കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോവുകയും ചെയ്യും. അതാണ് ഉണ്ടാവും. ഇത് തുടക്കത്തിലെ സ്പിൻ ചെയ്ത് വിട്ടതാണ്. അപ്പൊ തപ്പല കറക്കൂലേ, ആ പൊട്ടിത്തെറിക്കകത്തുനിന്ന് ആ കറക്കം കിട്ടിയിട്ട് അത് ഇപ്പോഴും നിന്നിട്ടില്ല, അത് കറങ്ങിക്കൊണ്ടേയിരിക്കും. കുറെ നാൾ കഴിയുമ്പോൾ നിൽക്കും. മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ സാഹിത്യത്തിലോട്ട് കാടിന്റെ ഭംഗി കാണാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണോ സാഹിത്യത്തിന്റെ കാട് ഭയങ്കര രസമുള്ളൊരു സ്ഥലം. നമ്മൾ ദൂരെ നോക്കുമ്പോൾ കാട് ഭയങ്കര പേടിപ്പിക്കുന്ന സ്ഥലമായിട്ട് നമുക്ക് തോന്നാം. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാല് ഭയങ്കര രസമുള്ള സ്ഥലമായിട്ട് മനസ്സിലാവും. ഒരു ചെറിയ ഉദാഹരണം പറയാം, പാമ്പ്. നാട്ടിലൊക്കെ പാമ്പിനെ കണ്ടാൽ നമുക്ക് പേടിയാവുമല്ലോ. കാട്ടിൽ പോയാലും പാമ്പിനെ പേടിക്കേണ്ട ആവശ്യമില്ല, പാമ്പുകളൊക്കെ പാവങ്ങളായിട്ടുണ്ടാവുക. നമുക്ക് വേണമെങ്കിൽ കൈകൊണ്ടെടുത്ത് മാറ്റി വെച്ച പോലെ ഒരു പ്രശ്നമില്ലാതെ, കാരണം അവർക്ക് മനുഷ്യനെ പേടിയില്ല. നാട്ടിലെ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പാമ്പ് പേടിച്ചിട്ടാണ് നമ്മളെ കളിക്കാനൊക്കെ വരിക. അവിടെ അങ്ങനെയല്ല, ജീവികളെല്ലാവരും സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല. ആ പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങി കഴിയുമ്പോൾ കാടിനെ നമ്മൾ വേറൊരു രീതിയിൽ കാണാൻ തുടങ്ങും. അവിടെയുള്ള ജീവജാലങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ അതിന് ഗംഭീരമായിട്ട് പൊട്ടിത്തെറി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ബ്ലാക്ക് ഹോൾ വിളിക്കാൻ അതിന് പുറത്തേക്ക് ഒന്നും വരില്ല എന്നുള്ളതുകൊണ്ട് എല്ലാവരും അകത്തേക്ക് വലിച്ചെടുക്കും.
ആ എന്താ പേര്? പുണ്യ ചോദിച്ചൊരു ചോദ്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പുണ്യ ചോദിച്ച ഇതാണ്, നമ്മുടെ പല്ല് ഒരു പ്രാവശ്യം പറഞ്ഞു പോവും, പിന്നെ വരും. പക്ഷെ പിന്നെ പോയാൽ പിന്നെ വരൂല. അത് കാരണം എന്താ ചോദിച്ചത്? എന്താ കാരണം? ഇതെല്ലാ ജീവികൾക്കും ഇതേപോലെ അല്ല. മുയലിന് എലികൾക്കൊക്കെ പിന്നെയും വരും, മനുഷ്യനത് പിന്നെ വരില്ല. കാരണം അങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. കാരണം ചെറിയ പ്രായത്തിലുള്ള പല്ലല്ല നമുക്ക് വലുതാകുമ്പോൾ വേണ്ട, കുറെ കൂടി കാടിനുള്ള വസ്തുക്കൾ കഴിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള പല്ല് നമുക്ക് ആവശ്യമുണ്ട്. അതിന്റെ ആവശ്യമുള്ളൂ മനുഷ്യന്, അതുകൊണ്ടാണ് അപ്പോൾ ഉള്ളത്. പക്ഷെ മറ്റു പല ജീവികൾക്കും പല്ലുകൊണ്ട് വലിയ തോതിൽ കാര്യങ്ങൾ ചെയ്യുന്ന പല ജീവികളെ സംബന്ധിച്ച് പിന്നെയും പിന്നെയും പല്ല് വളർന്നുകൊണ്ടിരിക്കും. ഉറക്കെ പറയും. എന്റെ പേര് ആരാധ്യ ചോദിച്ച ചോദ്യം ഇതാണ്, നമ്മൾ വീട്ടിലെ ചെടി വളർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചെടി വളർത്താനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പക്ഷെ കാട്ടില് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ എങ്ങനെയാണ് ഇത്രയും വലിയ മരങ്ങൾ നടണമെന്നുള്ള. അവിടെ വെള്ളം കിട്ടുന്നുണ്ട്. ആ വെള്ളം കിട്ടുന്നത് മഴയിലൂടെയാണ്. മഴ പെയ്യുമ്പോഴാണ് അവർക്ക് വെള്ളം കിട്ടുക. മഴക്കാട്ടിൽ എല്ലാ ദിവസവും മഴ പെയ്യും. മഴ എത്ര കൂടുതൽ കിട്ടുന്നതനുസരിച്ചിരിക്കും അവിടെ വളരുന്ന സസ്യങ്ങൾ. ഒരു അവസാനത്തെ രണ്ട് ചോദ്യം. അപ്പൊ ഇനി ഒരു കാര്യം, ഒറ്റ മിനിറ്റ് അത് വീണ്ടും വീണ്ടും മറന്നു വരിക. ഉണ്ട്. GPS ഉപയോഗിച്ചിട്ട് ലിസാർഡ് പരിണാമത്തിലുണ്ടായതാണ്. പരിണാമത്തിലൂടെ മത്സ്യങ്ങളിൽ നിന്നാണ് ലിസാർഡ്സ് ഉണ്ടായത്. മത്സ്യങ്ങൾ പരിണമിച്ചിട്ടാണ് ഉണ്ടായത്. ബ്ലാക്ക് ഹോളിന്റെ ഡെൻസിറ്റി കൂടിയിട്ടാ, സ്റ്റാറിന്റെ ഡെൻസിറ്റി കൂടി 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 വരുമ്പോഴാണ്. അതൊക്കെ ചോദിച്ചത്. വൈറ്റ് ഹോൾ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. ഇല്ല, അതൊരു തിയററ്റിക്കൽ പ്രൊപ്പോസിഷൻ മാത്രമാണ്. അങ്ങനെ ഉണ്ടാവാം എന്ന് പ്രവചിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ നമുക്ക് ബ്ലാക്ക് ഹോൾ പക്ഷെ ഉള്ളതായിട്ട് നമുക്കാണ്. അതിന്റെ ഫൈനൽ സ്റ്റേജ് ആണ് ബ്ലാക്ക് ഹോൾ. ഇതിന്റെ സ്റ്റാർസിന്റെ ഉരുണ്ടിട്ട് അത് പ്രപഞ്ചത്തില് ഗാലക്സിന്റെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന കക്ഷികളാണ്. അവർ കറങ്ങി നടക്കുന്ന വട്ടം വലിയ വട്ടം ആയതുകൊണ്ടാണ് വല്ലപ്പോഴും മാത്രം നമ്മളവരെ കാണുന്നത്. ഇല്ല, ഇതുവരെ നമുക്ക് കാണാൻ പറ്റിയില്ല. മറ്റേ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ടീച്ചേഴ്സ് പറയുന്ന സമയം കഴിഞ്ഞെന്ന് പറയുന്നത് ഒരു ചോദ്യം കൂടി ചോദിക്കാനായിട്ട് ചോദിച്ചോളൂ. ഇതുവരെ നമുക്ക് കാണാൻ പറ്റിയില്ല, എവിടെയും ഉള്ളതായിട്ട് നമുക്ക് അറിയൂല കേട്ടോ. ഓക്കെ, അപ്പൊ ശരി, രസമുള്ള ചോദ്യങ്ങളായിരുന്നു. നിർത്താം നമുക്ക്. അപ്പൊ എന്താ സംഭവിക്കും, ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ സംഭവിക്കുന്നത് വെച്ചാൽ എൻ്റെ ഒരു അനുഭവം പറയാം. നിങ്ങളിപ്പോ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു അല്ലേ. ഇനി സംഭവിക്കാൻ പോകുന്നത് അറിയോ, നിങ്ങൾ ഓരോ ക്ലാസ്സിങ്ങനെ കൂടിക്കൂടി വരുമ്പോ ഈ ചോദ്യങ്ങളുടെ എണ്ണം കൂടുകയാണോ ചെയ്യുക, കുറയാണോ ചെയ്യുക? കൂടുക ചെയ്യുക, കുറയും. സാധാരണ കാണുന്നത് വെച്ചാൽ ഓരോ ക്ലാസ് ഇങ്ങനെ കൂടി വരുമ്പോൾ ചോദ്യങ്ങളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ചോദ്യങ്ങളുടെ എണ്ണം കുറയാതെ നോക്കാന്നുള്ളതാണ്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചോദ്യത്തിന് ഉത്തരം അറിഞ്ഞില്ലെങ്കിലും സുഖമായിട്ട് ജീവിക്കാന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ ചോദ്യം ചോദിക്കാതാവും. ലോകത്തെ ഏറ്റവും വലിയ പരീക്ഷയായ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞതോടുകൂടി ആർക്കും സംശയമൊന്നും ഇല്ലാതാവും. അതിലേക്ക് പോകരുത്, മറിച്ച് ചോദ്യങ്ങൾ നിറയെ ഉണ്ടാവണം, നിറയെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റണം കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൃഷ്ണാഞ്ജന 7ാം ക്ലാസ് എയിൽ പഠിക്കുന്നു. നമ്മുടെ ഓരോ സംശയങ്ങളും മാറ്റിത്തന്ന് നമ്മളോടൊപ്പം ഇത്രയും നേരം നിന്ന സജീവ മാഷിന് നന്ദി പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കൂടാതെ സജീവ മാഷിനെ നമ്മുടെ മുന്നിലെത്തിച്ച സിൽജ ടീച്ചർക്കും HM സ്മിത ടീച്ചർക്കും മറ്റെല്ലാ അധ്യാപകർക്കും പിന്നെ മാഷിന്റെ ക്ലാസ് കേട്ട് ഇത്രയും നേരം നമ്മളോടൊപ്പം കളിച്ചു നിന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
സാറിന്റെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, നമുക്ക് മറ്റൊരു സാറിനെ വിളിക്കാം അല്ലേ? സംശയങ്ങളൊക്കെ തീർന്നോ? ഇനി തീരാത്തവരുണ്ടോ? സാറേ പിള്ളേരായിട്ട് ആരൊക്കെ സംശയം കഴിഞ്ഞിട്ടില്ല. സാറിന് പിള്ളേരായിട്ട് നിർത്തിയിട്ടൊരു ഫോട്ടോ ഒപ്പം തന്നെ താരക്ക് വരൂ, നമുക്ക് സാറിനൊരു സമ്മാനം കൊടുക്കാം. താനും താരക്ക് വരൂ, സാറിന് ഈ സമ്മാനം കൊടുക്കണം. അപ്പോൾ ബുക്ക് അവിടെ വെച്ചിട്ട് വരും. ഏറ്റവും കൂടുതൽ സംശയം ചോദിച്ച ആൾ തന്നെ സാറിന് കൊടുക്കും. ഫോട്ടോ എടുക്കാം. ഓക്കെ, ഔപചാരികതയുടെ പേരിൽ മാത്രം വീണ്ടും നന്ദി പറയുകയാണ്. ഇത്രയും നേരം എങ്ങനെയാണ് പോയെന്ന് നമുക്ക് ആർക്കും അറിയില്ല. സംശയങ്ങളുടെ ഒരു പ്രവാഹമായിരുന്നു ഇവിടെ. ഇനിയും കുറേ സംശയങ്ങളുമായിട്ട് ഇവിടെ കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തീർക്കാനായിട്ട് നമുക്കൊരു പോംവഴി സാറ് ബോർഡിലേക്ക് ഇട്ട് തന്നിട്ടുണ്ട്. കൂടാതെ എപ്പോഴെങ്കിലും ഞങ്ങൾ സാറിനെ തേടി അങ്ങോട്ടും കഴിഞ്ഞ തവണത്തെ പോലെ വരും. ഇവിടെ ഒരു ചോദ്യത്തിന് മാത്രമേ സാറിന് ഉത്തരം പറയാൻ പറ്റാതിരുന്നിട്ടുള്ളൂ. ആദ്യം ഉണ്ടായ പൂവ് ഏതാണ് എന്നുള്ളത്. അത് എന്നോടായിരുന്നു ചോദിച്ചതെങ്കിൽ പെട്ടെന്ന് മറുപടി പറഞ്ഞാൽ ഹൃദയപുഷ്പം എന്ന്. അപ്പോൾ ഒരു ശാസ്ത്രജ്ഞൻ സാധാരണക്കാരിയും തമ്മിലുള്ളൊരു അന്തരാണ് അവിടെ വരുന്നത്. അപ്പോൾ എപ്പോഴും ചിന്തിച്ച് തെളിവുകളോട് മാത്രം സംസാരിക്കുന്ന ആ ശാസ്ത്രജ്ഞൻ ഇനിയും നിങ്ങളുടെ പിടികിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരവായിട്ട് ഇനിയും വരുമെന്ന പ്രതീക്ഷയോടെ 1000 നന്ദി പറഞ്ഞു.